ഈ വഴിയിലൊരു പുലർവസന്തം. രാത്രി. സമയം 9 മണിയായി. ബസ് കണ്ണാടിക്കവലയിലെത്തി. അനന്തൻ ബസ്സിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടൊന്ന് നോക്കി. റോഡിനിരുവശത്തും നിരനിരയായി പണിതുയർത്തിയിരുന്ന ചെറുതും വലുതുമായ കെട്ടിടങ്ങൾ, അവിടെ വളരുന്ന കച്ചവടങ്ങൾ, ഈർച്ചമില്ലിൽ രാത്രി ഷിഫ്റ്റിൽ തടിയും വാളും ഒരുന്ന ഇരമ്പൽ, എല്ലാം ഒരു നിമിഷം കൊണ്ട് കണ്ടു, ശ്രദ്ധിച്ചു. ചേലപ്പുഴ ഗ്രാമത്തിന്റെ പ്രധാന കച്ചവട കേന്ദ്രമാണ് നാലും കൂടിയ ഈ കവല. പഞ്ചായത്ത് വക ചന്ത, മത്തായി ചാക്കോയുടെ പലചരക്കുകട, അയ്യാപിള്ളയുടെ സീതാറാം ഹോട്ടൽ, മണിക്കുട്ടന്റെ സി ക്ലാസ് തിയേറ്റർ, പൈലിയുടെ ഫൈനാൻസിയേഴ്സ്, ഇബ്രാഹിമിന്റെ ജൗളിക്കട, ഡിസ്പെൻസറി തുടങ്ങി പലവിധ കച്ചവടങ്ങളോടുകൂടി അബുവിന്റെ കൊച്ചു മുറുക്കാങ്കട വരെ എത്തി നിൽക്കുകയാണ് കവല. വൈകിട്ട് തട്ടുകടകൾ സജീവം. വറുത്തതും പൊരിച്ചതുമെല്ലാം അവിടെ കിട്ടും. ഈർച്ചമില്ലിലെ രാത്രി ജോലിക്കാരും സിനിമാ ഷോ കഴിഞ്ഞു വരുന്നവരും രാത്രിവണ്ടിയിൽ ദൂരയാത്ര കഴിഞ്ഞു വരുന്നവരുമെല്ലാം തട്ടുകടകൾക്ക് മുന്നിൽ അണിനിരക്കാറുണ്ട്. ഉദ്ദേശം 1 മണിയോടുകൂടിയേ കണ്ണാടിക്കവല അല്പമൊന്ന് മയങ്ങാറുള്ളൂ. ആദ്യം തങ്കപ്പന് മാത്രമേ തട്ടുകടകൾ ഉണ്ടായിരുന്നുള്ളൂ. അതയാൾ നിർത്തി. ഇപ്പോൾ മില്ലിൽ പണിയാണ്. റഷീദും ഗോപിയും പുതുതായി തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ 2-3 ഓട്ടോറിക്ഷകളേ ഉള്ളൂ. പകൽ 12 ഓട്ടോറിക്ഷകൾ കവലയിൽ നിന്നും ഓട്ടം നടത്തുന്നുണ്ട്. അബുവിന്റെ മാടക്കടയുടെ ഒരു വശത്തിട്ടിരിക്കുന്ന ബെഞ്ചിൽ 2-3 പേർ ഇരിപ്പുണ്ട്. തന്നെ അവർ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ അനന്തൻ ആ കടയിലേക്ക് തന്നെ നീങ്ങി. മുടി സമ്മർ കട്ട് ചെയ്ത് ചെത്തുമിനുക്കിയ താടി മീശയുള്ള മുണ്ടും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് ഒരു തോൾ സഞ്ചിയും തൂക്കി കടന്നു വരുന്ന ആ യുവാവിന്റെ മുഖത്തെ പ്രൗഢിയും പ്രകാശവും അബു കണ്ടു. അനന്തൻ പുഞ്ചിരിച്ചുകൊണ്ട് "ഒരു സിഗരറ്റ് വേണമല്ലോ" എന്ന് പറഞ്ഞു. "തരാമല്ലോ. ഏതാ ബ്രാൻഡ്?" അബു ചോദിച്ചു. "വിൽസ്. പുകവലി ഒരു ശീലമല്ല, വല്ലപ്പോഴും മാത്രം. ഇപ്പോൾ ഒരു പരിചയപ്പെടലിന് വേണ്ടി ഒരു സന്ദർഭം സൃഷ്ടിച്ചുവെന്നേ ഉള്ളൂ." അബു സിഗരറ്റ് കൊടുത്തു. അവൻ തീ കൊളുത്തി ആഞ്ഞു വലിച്ചു. പുക ശക്തമായി പിടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു. ബെഞ്ചിലിരുന്നവർ പിപ്പിരി മത്തായിയും ചന്ദ്രുവും ഗുണ്ടുശങ്കുവുമാണ്. അവർ അവിടുത്തെ സ്ഥിരം ഇരിപ്പുകാരാണ്. അബുവിന് അവർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. മാളികയിലെ ജേക്കബച്ചായന്റെ ഈർച്ചമില്ലിലെ തൊഴിലാളികളാണ്, പ്രത്യേകിച്ച് അച്ചായന്റെ വലം കൈകളും. അവരോടെന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പിന്നെ അടിപിടിയിലെ കലാശിക്കൂ. നാട്ടിൽ സാമ്പത്തികമായി മാളികക്കാർ മുന്നിലാണ്. വളരെ നാളുകളായി തടി വ്യവസായം തുടങ്ങിയിട്ട്. അതുകൊണ്ട് നാട്ടിലുള്ള കുറച്ചു പേർക്കെങ്കിലും അവിടെ പണിയുണ്ട്. പണ്ടൊക്കെ കൂപ്പിലെ ഉരുളൻതടികളാണ് ലേലത്തിൽ പിടിച്ചും അല്ലാതെയും കൊണ്ടുവന്ന് അറുത്ത് ഉരുപ്പടികളായി മാറ്റിയിരുന്നത്. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നു. റബ്ബർ തടിക്ക് മാർക്കറ്റുണ്ടായി. വലിയ വലിയ ഫർണിച്ചറുകൾക്ക് പോലും പുഴുങ്ങിയ റബ്ബർ ഉരുപ്പടികൾ ഉപയോഗിക്കാമെന്നായി. കൂടാതെ കമ്പനികളിൽ നിന്ന് ധാരാളം ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി പാക്കിംഗ് കേസ് നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒന്നും പാഴാകുന്നില്ല. വിറകും പൊടിയും പോലും നിർലോഭം വിറ്റഴിയുന്നു. തടി വ്യവസായത്തിന്റെ പണം കുമിഞ്ഞുകൂടി. അല്പം രാഷ്ട്രീയ സ്വാധീനം കൂടി ഉള്ളതുകൊണ്ട് യാതൊരു തടസ്സവും ഉണ്ടായില്ല. പക്ഷെ അടുത്ത കാലത്ത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പല മാറ്റങ്ങളും നടന്നു. അച്ചായനോടൊത്ത് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന മകന്റെ അതിദാരുണമായ കൊലപാതകത്തോടെ പിന്നെ ചിലതെല്ലാം അരങ്ങേറുകയായിരുന്നു. അച്ചായന്റെ തൊഴിലാളികളായ പാറക്കുഴി ജോസഫിന്റെ മകൻ ജെയിംസ് പട്ടാപ്പകൽ പാടത്തിന് നടുവിൽ വെച്ച് വെള്ളച്ചാലിൽ കുത്തി മലർത്തിയിട്ടു. അവന്റെ സഹോദരിയെ പാടത്തു നിന്നും കയറ്റിവിട്ട് അപമാനിച്ചതിന്, അവളോട് അനാവശ്യം പറഞ്ഞതിന്. ജെയിംസ് ഈർച്ചമില്ലിൽ യൂണിയനുണ്ടാക്കിയതിൽ അച്ചായനും അമർഷമുണ്ടായിരുന്നു. എങ്കിലും ആ നടുക്കം അച്ചായനിൽ പകയുടെ തീജ്വാലകൾ ആളിക്കത്തിച്ചു. ബെഞ്ചിന്റെ സൈഡിൽ അല്പം ഇടമുണ്ടെന്ന് കണ്ടപ്പോൾ അനന്തൻ അവരിൽ ഒരാളോടായി ചോദിച്ചു, "അല്പം ഇടം തരുന്നതിൽ വിരോധമുണ്ടോ?" പിപ്പിരി ഒന്ന് രൂക്ഷമായി അവനെ നോക്കി. എന്നിട്ട് "ആ, വിരോധമേ ഉള്ളൂ." അനന്തന്റെ മുഖം മ്ലാനമായി. അത്രയും പ്രതീക്ഷിച്ചില്ല. അബുവിന് അനന്തനേക്കാൾ വേദന. ഓരോരുത്തന്മാർ വരുമ്പോൾ ഇത്തിരി ഇരിക്കാൻ ചോദിക്കും, പിന്നെ കിടക്കാൻ ചോദിക്കും. അത് കഴിഞ്ഞ് ബാക്കി പറയാതെ ഗുണ്ടു പരിഹസിച്ചു. അബു ധർമ്മസങ്കടത്തിലായി. "സാറിന് എവിടെയാ പോണ്ടത്?" "പാറക്കുഴി ജോസഫിന്റെ മകൻ ജെയിംസിന്റെ വീട്ടിൽ." ഒരു നിമിഷം അവിടെ ഇരുന്നവരെല്ലാം ഒരുപോലെ ഞെട്ടി മുഖത്തോട് മുഖം നോക്കി. "വീടറിയില്ലേ?" അനന്തൻ വീണ്ടും ചോദിച്ചു. "അറിയാം, എൻ്റെ വീടിനടുത്താണ്. വേണമെങ്കിൽ അവിടേക്ക് ഒരുമിച്ച് പോകാം."
ഓ സന്തോഷം. ആ, എനിക്ക് കുറച്ച് പഴവും ബിസ്ക്കറ്റും മിക്സറും എല്ലാം വേണം, അനന്തൻ അബുവിനോടായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ അബു അതെല്ലാം എടുത്തുകൊണ്ടിരുന്നു. പിപ്പിരി മത്തായും ശംഖുവും ചന്ദ്രവും അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇയാൾ ഏതായാലും ജെയിംസിന്റെ ബന്ധുവല്ല, കൂട്ടുകാരനായിരിക്കും. ഉടൻ മത്തായിയുടെ മുഖത്ത് ഒരു പുച്ഛമായ പുഞ്ചിരി. പാവം, ആ മരക്കോടൻ ജീവപര്യന്ത ശിഷ്യയുമായി സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കാര്യം ഇയാൾ അറിഞ്ഞു കാണില്ലായിരിക്കും. ആ, സുന്ദരികളായ രണ്ട് പെങ്ങന്മാരും ഒരു തള്ളയും ഉണ്ടല്ലോ അവനെ സ്വീകരിക്കാൻ. പിന്നെ പൊടിപൂരമല്ലേ. എന്നാലും അവനെ ഇവിടെ വിളയാനൊന്നും അനുവദിക്കാനൊക്കില്ല. നാളെ തന്നെ പോയില്ലെങ്കിൽ പറഞ്ഞു വിടണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വപ്നമായ മേഴ്സിപ്പെണ്ണ് അത് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് അവനെ നിർത്താൻ പാടില്ല. മത്തായിയുടെ മനസ്സുറച്ചു. അബു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു കൊടുത്തു. 50 രൂപയുടെ ഒരു നോട്ടെടുത്ത് അനന്തൻ അബുവിൻ്റെ നേരെ നീട്ടി. ബാക്കി മാറിക്കൊടുക്കുന്നതിനിടയിൽ മടിച്ചാണെങ്കിലും അബു ചോദിച്ചു, സാറിൻ്റെ വീട് എവിടെയാണ്? എനിക്കിപ്പോൾ വീടില്ല. അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? സെൻട്രൽ ജയിലിൽ നിന്ന്. എല്ലാവരും വീണ്ടും ഞെട്ടി. ശംഖുവും ചന്ദ്രവും മത്തായിയും ബെഞ്ചിൽ നിന്നും മെല്ലെ എണീറ്റു. അവരുടെ മനസ്സ് പതറി. പോലീസ് ഓഫീസറാണോ? ചന്ദ്രു ചോദിച്ചു. ആ ശബ്ദത്തിന് വളരെ വിനയത്വമായിരുന്നു. അല്ല. പിന്നെ? ഒരു ജീവപര്യന്തം കഴിഞ്ഞു വരുന്നവൻ. ആ വാക്കുകൾ അബു ഒഴിച്ച് മറ്റു 3 പേരെയും ചെറുതായി കുലുക്കി. അവർക്ക് എന്തൊക്കെയോ വിമിഷ്ടങ്ങൾ. പിന്നെ അധിക നേരം അവിടെ കണ്ടില്ല. എങ്ങനെയോ മുങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ അബു അവരെയെല്ലാം അനന്തന് പരിചയപ്പെടുത്തി കൊടുത്തു. നേരത്തെ തന്നെ കട അടച്ചു. അനന്തനോടൊപ്പം നടന്നു. നടക്കുന്നതിനിടയിൽ ഇരുവരും കുറച്ചു നേരം മൗനമായിരുന്നു. കവലയിൽ നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന മെറ്റൽ വഴിയിൽ കൂടി 3 ബാറ്ററി ടോർച്ച് തെളിച്ചുകൊണ്ട് പലതും ചിന്തിച്ച് അബു അനന്തനോടൊപ്പം നടന്നു. എന്തിനാണ് ഇയാൾ ജെയിംസിന്റെ വീട്ടിൽ വരുന്നത്? അതും ഈ രാത്രിയിൽ? അവിടെ 2 പെൺകുട്ടികളില്ലേ? എന്തായിരിക്കും ഉദ്ദേശം? വഴി കാണിക്കാനാമെന്ന് പറയണ്ടായിരുന്നു. ഷോ, വൈകിയേ ബുദ്ധി ഉദിക്കത്തുള്ളൂ. ഒരുപക്ഷെ പോലീസ് ഓഫീസർ ആയിരിക്കുമോ? ഹേയ്, ആയിരിക്കില്ല. ആണെങ്കിൽ ഈ രാത്രിയിൽ വരാൻ ശ്രമിക്കില്ലായിരുന്നു. അല്ല, രാത്രിയിൽ വന്നാലെന്താ? അവർ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ. പുതിയ അന്വേഷണം വല്ലതും കാണുമായിരിക്കും. ജീവപര്യന്തം കിട്ടിയിട്ടും ഇനിയും അന്വേഷണമോ? കണ്ടിട്ട് കൊലപാതകയാണെന്ന് തോന്നുന്നില്ല. അബുവിന്റെ ചിന്ത ക്ലോക്ക് വൈസിൽ കൊരുത്തുകൊണ്ടിരുന്നു. അബു, എന്താണ് ഒന്നും മിണ്ടാത്തത്? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അനന്തൻ ആദ്യ ചോദ്യം എറിഞ്ഞു. പെട്ടെന്ന് അബു ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നു. എൻ്റെ പേരെങ്ങനെ അറിയാം? അബുവിന്റെ പേര് മാത്രമല്ല, അബുവിന്റെ കുടുംബചരിത്രം വരെ അറിയാം. ജെയിംസ് പറഞ്ഞിട്ടുണ്ടല്ലേ? ആണെന്ന് വെച്ചോളൂ. സാറ് ഇപ്പൊ ജയിലിൽ നിന്ന് തന്നെയാണോ വരുന്നത്? അനന്തൻ ചിരിച്ചുപോയി. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? അതുകൊണ്ടല്ല, ജെയിംസിനെ കാണാൻ. വാചകം പാതി മുറിഞ്ഞു. ഞാൻ കാണുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 1 മാസത്തിനു മുമ്പ് അവിടെ നിന്നും ഞാൻ മോചിതനായി. ചോദിക്കുന്നതിൽ വിഷമിക്കരുത്. സാറിന് ബന്ധുക്കൾ ആരുമില്ലേ? അനന്തന്റെ മുഖത്ത് വരച്ച ഭാവങ്ങൾ കാണാൻ രാത്രി ഒരു തടസ്സമായിരുന്നു. ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ആ ശബ്ദത്തിന് പതർച്ചയുണ്ടായിരുന്നു. അത് ഒരു അഗാധ ഗർത്തത്തിൽ നിന്നും പുറത്തു ചാടിയ സ്വരഭേദമായിരുന്നു. സാറിന്റെ പേര് അനന്തൻ. ഇനി എന്തെങ്കിലും സംശയം തീർക്കണമെന്നുണ്ടോ? അബു അല്പം മ്ലേച്ഛത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം സർ, ഞാൻ ഞാൻ വേണ്ട വേണ്ട. അബുവിന് പണ്ടും സംശയങ്ങൾ ഏറെയുള്ള ആളായിരുന്നല്ലോ. അബുവിന് ചമ്മലായി. അതെങ്ങനെ? ഓ, ജെയിംസ് എല്ലാം പറഞ്ഞിരിക്കുമല്ലേ. അത് ശരിയാ. പിന്നെ വളരെ നേരം അബുവിനൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ആ മൂകതയെ വീണ്ടും ഭേദിച്ചത് അനന്തൻ തന്നെയായിരുന്നു. എങ്ങനെയാണ് ജെയിംസിന്റെ കുടുംബം ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്? മേഴ്സിപ്പെണ്ണ് പണിയുള്ളപ്പോൾ പാടത്തു പോകും. അതുതന്നെയാണ് ആ കുടുംബം ഇപ്പോൾ പോറ്റുന്നത്. രണ്ടാമതൊരു പെണ്ണുണ്ട്, അനന്തൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ജാൻസി. അതെ, അത് ഡിഗ്രിക്ക് പഠിക്കുക. അമ്മയ്ക്ക് വയ്യ. പിന്നെ അവർക്ക്. അല്ലെങ്കിൽ വേണ്ട. അബു വാക്കുകൾ അളന്നു തൂക്കി പറഞ്ഞു. ആരൊക്കെയോ അയാൾ പേടിക്കുന്നു. അവർ നടന്ന് പാടത്തേക്ക് കടക്കുന്ന ബണ്ടിൽ കയറി മുന്നോട്ട് നീങ്ങി. തവളകളും ചീവീടുകളും ചേർന്ന് വയൽ സംഗീതം പാടി. ചേറിന്റെ മണം മൂക്കിൽ തുളച്ചു കയറിയപ്പോൾ ബാല്യം മനസ്സിൽ തളർത്തു. കാളയുടെ കഴുത്തിൽ നുകം വെച്ച് കെട്ടി കലപ്പ് ഉന്തി നിൽക്കുന്ന പണിക്കാരും ഞാറുനടുന്ന പെണ്ണുങ്ങളും വയൽക്കിളികളും അവരെ നോക്കി നിൽക്കുന്ന അനന്തുവെന്ന ഉണ്ണിയും.
എല്ലാം കുരുന്നിലെ തളിർപ്പുകൾ. പെട്ടെന്ന് അബു നിന്നു. പാടത്തേക്ക് ലൈറ്റ് തെളിയിച്ചു. അവിടെ ഒരു ചെറു ചാലുണ്ടായിരുന്നു. അവിടെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു, ഇവിടെ വെച്ചാ ജേക്കപ്പച്ചായന്റെ രണ്ടാമത്തെ മകൻ ചാൾസിനെ ജെയിംസ് കുത്തിക്കൊന്നത്. ഇപ്പോഴും ഇവിടെ വരുമ്പോ എല്ലാവർക്കും പേടിയാ. ഓഹോ, ആ സംഭവം നേരിൽ കണ്ടത് ആരൊക്കെയാണ്? പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും കണ്ടു. മതമിളകി ആനയെപ്പോലെ ഓടി വന്ന് മലപ്പുറം കത്തിക്കൊണ്ട് അയാളെ ജെയിംസ് കുത്തി മലർത്തി. ഈ അബുവും കണ്ടു. ശരി ശരി, ഇടയ്ക്ക് വെച്ച് നിർത്തിയ ആ വാചകം ഒന്ന് പൂർത്തീകരിക്കാമോ? വേണ്ട സാർ, അത് പിന്നെ പ്രശ്നമാ. അത്രയ്ക്ക് ഗൗരവമുള്ളതാണോ? എങ്കിലും ഞാൻ കേട്ടാൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പറയാം. ഈ പിപ്പിരി മത്തായി പല പ്രാവശ്യം ആ മേഴ്സി പെണ്ണിനെ ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ട്. ഓഹോ, എന്നിട്ട്? അനന്തൻ കൂടുതൽ അറിയാനായി വീണ്ടും ചോദിച്ചു. എന്നിട്ടെന്താ, ആ പെണ്ണ് മിടുക്കിയാ. തൊട്ടുപോയ കൊയ്ത്തരിവായി തീർക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ് അവർ വീടിനടുത്തെത്തി. സർ, അതാണ് വീട്. ഞാൻ വരണോ? അബു ചോദിച്ചു. വരൂ, വന്നിട്ട് പോകാം. അബുവും അനന്തനോടൊപ്പം ജെയിംസിന്റെ വീട്ടിലേക്ക് കയറി. പെട്ടെന്ന് ഇറയത്ത് മണ്ണെണ്ണ വിളക്ക് തെളിഞ്ഞു. ആ പ്രകാശത്തിൽ മേയിച്ചു നിൽക്കുന്ന കൺപ്രകാശങ്ങൾ അനന്തം കണ്ടു. അബുവണ്ണന്റെ കൂടെ വന്നയാൾ ശത്രുവല്ലെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ജെയിംസിന്റെ രണ്ടാമത്തെ സഹോദരി ജാൻസി ചാണകം മെഴുകിയ തറയിൽ പായ വിരിച്ചിരിക്കുവാൻ പറഞ്ഞു. അനന്തനും അബുവും അവിടെ ഇരുന്നു. അനന്ത എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം താൻ ഒരത്ഭുതമാകുന്നു. എന്തേ, തൻ്റെ വേഷമാണോ ഈ മാറ്റം? വലിയ പുതുമയൊന്നുമില്ലാത്ത വേഷമാണല്ലോ തൻ്റേത്. അവൻ അങ്ങനെ ചിന്തിച്ചു പോയി. ഇതിനിടയിൽ അബു അനന്തനെ പരിചയപ്പെടുത്തി തുടങ്ങി. കവലയിൽ വന്നതും പിപ്പിരി മത്തായിയൊക്കെ കണ്ടതും അവരുടെ മറുപടിയും എല്ലാം അവൻ വിശദീകരിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ മറിയാമ്മ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അനന്തനും അബുവും ജാൻസിയും മേഴ്സിയും എല്ലാം അവരെ മാറി മാറി സമാധാനിപ്പിച്ചു. അവസാനം അനന്തൻ സഞ്ചിയിൽ നിന്ന് ഒരു പൊതിയെടുത്ത് ആ അമ്മയുടെ നേരെ നീട്ടി. അവർ മടിച്ചാണെങ്കിലും അത് വാങ്ങിച്ചു. പിന്നെ ഒരു കത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇത് അമ്മയുടെ മോൻ്റെ കത്താ. ഇത് മക്കളെ കൊണ്ട് വായിച്ചു കേൾക്കണം. അപ്പോൾ അമ്മയുടെ മകൻ നേരിൽ സംസാരിക്കുന്നത് കേൾക്കാം. ജാൻസി ആ കത്ത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി വായിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ശ്രദ്ധാപൂർവം കേട്ടുനിന്നു. പ്രിയപ്പെട്ട അനന്തമാഷിന്, സെൻട്രൽ ജയിലിൽ നിന്നും ജെയിംസ് എഴുതുന്നു. നമ്മൾ പറഞ്ഞതുപോലെ കത്തയക്കുന്നു. അങ്ങ് എൻ്റെ ജ്യേഷ്ഠനാണ്, ഗുരുനാഥനാണ്. അങ്ങയുടെ ജീവിതകഥയ്ക്ക് മുമ്പിൽ എൻ്റെ ദുഃഖം ഒന്നുമല്ലെന്നറിയാം. അവിടുന്ന് തന്ന എല്ലാ ഉപദേശവും എനിക്ക് ആത്മവീര്യം പകർന്നിട്ടുണ്ട്. മകനെ നഷ്ടപ്പെട്ട അമ്മയും സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരിമാരും സുഹൃത്തുക്കളുമെല്ലാം ദൂരെ ചേലപ്പുഴ ഗ്രാമത്തിൽ നിന്നും എന്നെ വിളിക്കുന്നു. ഞാൻ എങ്ങനെ പോവും അവരെ ആശ്വസിപ്പിക്കാൻ? എൻ്റെ മേഴ്സിക്കുട്ടിക്കും ജാൻസിക്കുട്ടിക്കും ഒരു ചേട്ടൻ്റെ വാത്സല്യം നുകരാൻ അമ്മയ്ക്ക് പരിലാളനയേകാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് കരുതട്ടെ. അങ്ങനെയായാൽ അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും എന്ന് സ്നേഹമുള്ള സഹോദരൻ ജെയിംസ്. മറിയിച്ചെടുത്തി അനന്തനെ മാറോട് ചേർത്ത് പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. ഷർട്ടിന്റെ കോന്തല കൊണ്ട് കണ്ണീര് തുടയ്ക്കുന്നതിനിടയിൽ അബു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഷേ, എന്താ ഇത്? എല്ലാവരും എന്താ കാണിക്കുന്നേ? കരയുന്നോ? എല്ലാം പടച്ചോന്റെ കളിയാണെന്ന് വെച്ചോ? അബുവണ്ണൻ എന്തിനാ കരഞ്ഞേ? സങ്കടം കൊണ്ടല്ലേ? കൂട്ടുകാരൻ്റെ കത്ത് വായിച്ചിട്ടല്ലേ? ജാൻസി തിരിച്ചു ചോദിച്ചു. അതെ അതെ, എങ്കിലും ഈ സാറിന് എന്തു തോന്നും? ഒന്നും തോന്നില്ല അല്ലേ അനന്തണ്ണ? ഇപ്പോഴാണ് സ്നേഹത്തിൻ്റെ മൂർച്ചയേറ്റ് അനന്തനും കണ്ണീർ വാർത്തത്. നിങ്ങളോടൊത്ത് നിങ്ങളുടെ അണ്ണനായി മകനായി സ്നേഹം ആസ്വദിച്ച് മരിക്കാൻ വന്നവനാണ് ഞാൻ. എന്നെ നിങ്ങൾക്ക് വേണ്ടാത്തിടത്തോളം കാലം വരെ നിങ്ങളുടെ അടുത്തു നിന്നും ഞാൻ പോകില്ല. അബു എൻ്റെ അനുജനാണ്. അവൻ്റെ രക്തം എൻ്റേതാണ്. അവൻ്റെ രക്തം ജെയിംസിൻ്റേതാണ്. ഞങ്ങൾ ഒന്നാണ്, നമ്മളൊന്നാണ്. ഞാൻ മരിക്കുമെങ്കിൽ നിങ്ങളോടൊത്ത് മാത്രം. മതി കുഞ്ഞ്, മതി. ഈ അമ്മയ്ക്ക് എല്ലാമായി. ജെയിംസിന് ഒരു ചേട്ടനെ കിട്ടി. മറിയച്ചേടത്തി നിർനിമേഷനായി. മോളെ മേഴ്സി, മോന് താമസിക്കാൻ വേണ്ടത് ചെയ്തു കൊടുക്കുവേണ്ണേ. വണ്ടിയെ വന്നതല്ലേ, ക്ഷീണം കാണും. അവർ മേഴ്സിയെ ഓർമ്മിപ്പിച്ചു. അവൾ അകത്തേക്ക് പോയി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, അബു തിടുക്കം പറഞ്ഞു. അബുവിൻ്റെ വീട്? അനന്തൻ ചോദിച്ചു. ദേ, ആ വെള്ളായം കാണുന്നതല്ലേ? അടുത്ത പറമ്പിലേക്ക് വിരൽ ചൂണ്ടി മറിയച്ചേടത്തി പറഞ്ഞു. അനന്തൻ പുഞ്ചിരിച്ചു. രാവിലെ വീട്ടിലേക്ക് വരാം, അബു ക്ഷണിച്ചു. ആയിക്കോട്ടെ. അബു യാത്രയായി. പുറത്തേക്കുള്ള വഴിയിൽ കൂടി തന്നെയാണ് നീങ്ങിയത്. അള്ളോ! പെട്ടെന്നൊരലർച്ച കേട്ടു. എല്ലാവരും ഞെട്ടി.
അനന്തനും മേഴ്സിയും ജാൻസിയും മറിയാമ്മച്ചേടത്തിയും എല്ലാം നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി. അനന്തനും മേഴ്സിയും ജാൻസിയും രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു. അബുവിനെ ആക്രമിച്ചത് തങ്ങളോടുള്ള പക തന്നെയാണെന്നാണ് മറിയാമ്മച്ചേടത്തി അനന്തനോട് പറഞ്ഞത്. തങ്ങളുടെ കുടുംബത്തെ അതിരറ്റ് സ്നേഹിച്ചവരാണ് അബുവും ഭാര്യ നബീസ ബീവിയും. ഇപ്പോൾ മോൻ കൂടി ഞങ്ങളെ സഹായിക്കാമെന്നതുകൊണ്ടായിരിക്കും അവർ ഈ ക്രൂരത ചെയ്തത്. ഇത് കണ്ട് മോൻ പേടിച്ചു പോവാൻ വേണ്ടി. രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്നതിനിടയിൽ അവർ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് വളരെ സത്യമായിരിക്കാനാണ് സാധ്യതയെന്ന് തോന്നി. തനിക്കെതിരെയും ഇനി അക്രമമുണ്ടാകാം. ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ താനൊരു ഭീരുവല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തനിക്ക് തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയാതെ വരും. അനന്തൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവരോടൊപ്പം നടന്നു നീങ്ങി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ പലരും അവരെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. വലിയ തറയിലെ അന്നച്ചേടത്തിയും ഭർത്താവ് തോമാച്ചനും ദൂരെ നിന്ന് തന്നെ പുതിയ ചങ്ങാതിയുമായി നടന്നു വരുന്ന പാറക്കുഴിയിലെ കുട്ടികളെ ശ്രദ്ധിച്ചു. വലിയ തറക്കാരും സാമ്പത്തികമായി വളരെ മോശപ്പെട്ടവരൊന്നുമല്ല. പാടത്തും പറമ്പിലുമായി ആണ്ടോടാണ്ട് കഴിയാനുള്ള ആദായം കിട്ടുന്നുണ്ട്. ഒരു മകനുള്ളതാണ് യൂജിൻ. അവൻ മെഡിസിന് പഠിക്കുന്നു, അതും ബാംഗ്ലൂര്. ഇവിടെ ഭാര്യയും ഭർത്താവും മാത്രം. പിപ്പിരി മത്തായി അന്നമ്മച്ചേടത്തിയുടെ അകന്ന ഒരു അമ്മാച്ചൻ്റെ മകനാണ്. മാളികയിലെ ജേക്കപ്പച്ചായനും വലിയ തറയിലെ തോമാച്ചനും അകന്ന ബന്ധുക്കളാണ്. പലചരക്കുകാരൻ മത്തായി ചാക്കോ തോമസിന്റെ സഹോദരനാണ്. പറമ്പിൽ നടുവാനായി മുറിച്ച ഒരു കപ്പത്തണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അന്നമ്മച്ചേടത്തി ചോദിച്ചു, എങ്ങോട്ടാടി കൊച്ചുങ്ങളെ ഈ പുതുമളമാലുമായിട്ട്? ഒപ്പം ഭർത്താവ് തോമച്ചനോടായിട്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ? പാവം നമ്മുടെ അബു ഉണ്ടല്ലോ, അവനെ ആരോ അടിച്ച് ആശുപത്രിയിൽ ഇട്ടിരിക്കുക. ഇനി ഇവര് തന്നെയാണോന്ന് ആർക്കറിയാം. ജാൻസിയുടെ ശരീരത്തിൽ രക്തം പെരുത്തു കയറി. പക്ഷേ അനന്തണ്ണൻ കൂടെ ഉണ്ടായതുകൊണ്ട് തക്ക മറുപടി പറയാനും കഴിയുന്നില്ല. അനന്തൻ തിരിഞ്ഞു നിന്നു. ഇവരേതാ? ജാൻസിയോടായിട്ട് ചോദിച്ചു. അന്നമ്മച്ചേർത്തിയുടെ മുഖം വിളറി. കാരണം അനന്തന്റെ രൂക്ഷമായ തീക്കണ്ണുകൾ അവരിൽ തറച്ചു നിന്നിരുന്നു. പിപ്പിരി മത്തായിയുടെ വകയിലൊരു പെങ്ങളാ, ജാൻസി പറഞ്ഞു. വെള്ളം മാറി കുളിക്കരുതെന്ന് അവരോട് പറഞ്ഞേര് ജാൻസി, ചിലപ്പോ പനി പിടിക്കും. ഉച്ചത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. അനന്തന്റെ കനത്ത ശബ്ദം അവരെ നിശബ്ദയാക്കി. ഭർത്താവ് തോമ ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞു നിന്ന് കപ്പക്കൂനയിൽ മുറിച്ച തണ്ട് നടുവാൻ തുടങ്ങി. അവർ നടന്നു നീങ്ങി. 10 ആയപ്പോൾ ആശുപത്രിയിലെത്തി. രോഗികളെ സന്ദർശിക്കാനുള്ള പ്രത്യേക പാസ് എടുത്തുകൊണ്ട് വാർഡിലേക്ക് നടന്നു. റൂം നമ്പർ 12. അവർ നിന്നു. വാതിലിൽ മെല്ലെ മുട്ടി. കതക് തുറന്ന് അകത്തു കയറി. അബുവിന്റെ അടുത്ത് ബീവി ഉണ്ടായിരുന്നു. അവൻ എണീക്കാൻ ശ്രമിച്ചു. അനന്തൻ തടഞ്ഞു. എന്താണിത്? ശരീരം മുളിക്കാതെ കിടക്കൂ. ജാൻസി അബുവിന്റെ നെറ്റിയിലാകെ തലോടി കണ്ണീർ പൊഴിച്ചു. മേഴ്സി പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടപ്പോൾ നബീസയും കരയാൻ തുടങ്ങി. അബു ഗദ്ഗദനായി. ശേ, കരയാനാണോ നിങ്ങൾ വന്നത്? ആശ്വാസം കൊടുക്കാനല്ലേ? അനന്തൻ താക്കീത് കൊടുത്തു. എങ്ങനെ കരയാതിരിക്കും അനന്തണ്ണ? ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അബു അണ്ണ ഇങ്ങനെ. മേഴ്സി ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. അവരുടെ സ്നേഹവും ദുഃഖവും അറിയാമെങ്കിൽ തന്നെയും ഇപ്പോൾ രോഗിക്കിത് ബുദ്ധിമുട്ടാണ്. ശരി ശരി, മതിയാക്ക്. ഞാൻ ഇവിടെ നിന്ന് പോയ ശേഷം പോലീസുകാർ വന്നിരുന്നവല്ലേ? നിബീസോടെ ആയിരുന്നു അനന്തൻ ചോദിച്ചത്. ഉവ്, വന്നു. കോൺസ്റ്റബിൾമാരെ വന്നുള്ളോ അതോ എസ് ഐ കൂടി ഉണ്ടായിരുന്നോ? എസ് ഐ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്തൊക്കെ ചോദിച്ചു? എത്ര മണിക്കാണ് സംഭവം നടന്നെന്ന് ചോദിച്ചു. എന്തു പറഞ്ഞു? ഉദ്ദേശം 10 മണിയായി കാണുമെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ അനന്തനെന്ന് ചോദിച്ചു. അപ്പോഴെന്തു പറഞ്ഞു? ജെയിംസിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. പിന്നെ അനന്തണ്ണൻ അബുവണ്ണനുമായി വഴക്ക് കൂടിയതായി അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അധികം നിന്നില്ല, അവർ പോയി. എന്നാൽ ഇനി നബീസ ഇവരോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രിയിൽ ധാരാളം ഉറക്കമൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, പോയിക്കോളൂ. നബീസ മടിച്ചു നിന്നെങ്കിലും കുട്ടികളുടെ കാര്യം ഓർത്തപ്പോൾ പോകാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷം കൊണ്ട് പരിചയപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയുന്നില്ല. തലക്കിട്ടാണ് അടി കിട്ടിയിരിക്കുന്നത്. 12 സ്റ്റിച്ചുണ്ട്. ഒരാഴ്ചയെങ്കിലും കിടക്കണമായിരിക്കും. വീട്ടിലെ കാര്യങ്ങളെല്ലാം തകരാറ്. ദ്രോഹികൾ. നബീസ മനസ്സാ പ്രാഗി. നബീസയും ജാൻസിയും മേഴ്സിയും വീട്ടിലേക്ക് മടങ്ങി. അബു വേദന കടിച്ചമർത്തി അമർത്തി മയങ്ങിപ്പോയി. പാവം, അയൽപ്പക്കത്ത് താമസിച്ച കുറ്റം, സ്നേഹിച്ചു പോയ കുറ്റം. ഇതാണല്ലോ ഈ മനുഷ്യൻ ചെയ്ത പാതകം. അനന്തൻ സ്വഗതം പറഞ്ഞുപോയി. അവൻ ആ മുറിയിലെ ചില്ലുജാലകങ്ങൾ തുറന്നിട്ടു. മരുന്നിന്റെ ഗന്ധമുള്ള കാറ്റ് മുറിയിലേക്ക് ഇരച്ചു കയറി.
പെട്ടെന്ന് ഡോറിൽ ഒരു മുട്ട് കേട്ടു. യെസ്, കമ്മിങ്. അനന്തൻ സ്വാഗതമേകി. സബ് ഇൻസ്പെക്ടർ ജയദേവൻ കടന്നു വന്നു. അവർ രണ്ടുപേരും ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പുഞ്ചിരിച്ചു. ക്യാപ്പ് തലയിൽ നിന്നും എടുത്ത് അനന്തനെ കെട്ടിപ്പിടിച്ചു. എടാ കുട്ട, നിന്നെ എത്ര കാലമായിടാ കണ്ടിട്ട്. നീ എവിടെയായിരുന്നടാ? സെൻട്രൽ ജയിലിൽ. എന്ത്? ജയദേവന് സംശയവും അത്ഭുതവും. നെറ്റി ചൊളിഞ്ഞു. വേണ്ട, സംശയിക്കണ്ട, എല്ലാം സത്യം തന്നെ. കസേര ചൂണ്ടിക്കൊണ്ട് അനന്തൻ എസ്ഐയോട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ ഇരുന്നു. ഒപ്പം ബെഡിനോട് ചേർന്ന് അനന്തനും ഇരുന്നു. എന്തിനായിരുന്നു? ജയദേവൻ ചോദിച്ചു. വേണ്ട, അത് കഴിഞ്ഞുപോയി, അടഞ്ഞ അധ്യായം. മറ്റെന്തെങ്കിലും? കോളേജ് വിട്ട ശേഷം പിന്നെ ഒന്നിനും? പോയ സ്ഥലം പറഞ്ഞു കഴിഞ്ഞല്ലോ. സോറി. അനന്തു ഒട്ടേറെ മാറിക്കഴിഞ്ഞു. ഒരു തിരിച്ചുവരവ്, അതും പഴയ പ്രസരിപ്പിൽ. പഴയതല്ല, പുതിയ പ്രസരിപ്പിൽ മുന്നേറ്റമായിരിക്കും. ഇൻസ്പെക്ടർ ജയദേവന്റെ കണ്ണുകൾ അബുവിലുടക്കി നിന്നു. ജെയിംസിന്റെ വീട്ടിൽ വന്ന വിപ്ലവകാരി എന്ന് എല്ലാവരും പറയുന്ന അനന്തൻ എൻ്റെ അനന്ത് തന്നെയാ. എന്തിനാണ് ഇവൻ ഈ ത്യാഗം ഏറ്റെടുക്കുന്നത്? കോളേജിൽ തികഞ്ഞു നിന്ന ഹീറോ, കലാകാരൻ, സാഹിത്യകാരൻ, കടമ്മനിട്ട കവിതകളുടെ ആരാധകൻ, കുറത്തി പാടിയും ആടിയും രസിപ്പിച്ച് കയ്യടി വാങ്ങിയവൻ, യൂണിയൻ ചെയർമാൻ, തരുണികൾക്ക് എന്നും സംസാര വിഷയമായിരുന്നവൻ. എല്ലാം ഒരു ഓർമ്മ മാത്രം. കുറച്ച് ഓർമ്മകളുമായി ജയദേവന്റെ മനസ്സ് ആശുപത്രി മുറിയിൽ തങ്ങി നിന്നു. അബുവുമായി അനന്തനുള്ള ബന്ധം? അനന്തൻ പുഞ്ചിരിച്ചു. വെറും സ്നേഹബന്ധം. അതിലുപരി? ജയദേവൻ വീണ്ടും ചോദിച്ചു. ഉണ്ടാകാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, പഴയ സുഹൃത്തിനോട് ഒരപേക്ഷ. ഞാനിപ്പോൾ നിങ്ങളുടെ അനന്തുവല്ല, അനന്തൻ. അവകാശ സംരക്ഷണത്തിന് വേണ്ടി പൊരുതുന്ന ഒരു മനുഷ്യസ്നേഹി. ജയദേവൻ ഒരു പോലീസ് അധികാരി. രണ്ടുപേർക്കും അവരവരുടെ ജോലി. ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങളിലും ഇനി ബന്ധപ്പെട്ടു എന്ന് വരാം. എന്നാൽ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സഹായവും ഞാൻ ആവശ്യപ്പെടില്ല. അങ്ങനെ തരുന്നതും എനിക്കിഷ്ടമല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഔദ്യോഗിക കാര്യങ്ങൾക്ക് അപ്പുറമായിരിക്കണം. പ്രത്യേകിച്ച് നീയൊരു സോറി, താങ്കളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് യാതൊരു കാരണവും കാട്ടേണ്ടതില്ല. ഇതൊരു സൂചന മാത്രം. അനന്തു, ജയദേവൻ അങ്ങനെ വിളിച്ചുപോയി. അവൻ്റെ സംസാരത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയി. ഇപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല. ഇൻസ്പെക്ടർ അങ്ങനെ ആലോചിക്കവേ അനന്തൻ ഒന്നുകൂടി പറഞ്ഞു. അനന്തനെ ഒന്നുകൂടി വ്യക്തമാക്കാം. മനസ്സിൽ പേറി നിൽക്കുന്ന പകയുടെ തീക്കനലുമായി കുതിക്കുന്ന ഒരു മനുഷ്യസിംഹം. ഈ സമയം അബുവിൻ്റെ കണ്ണുകൾ പാതി തുറന്നു വന്നു. മൂർച്ചയേറിയ വാക്കുകളുടെ ശക്തിയിൽ ആ കണ്ണുകൾ മിഴിച്ചു നിന്നു. അനന്തണ്ണൻ ഇൻസ്പെക്ടറോട് കാസർക്കുന്നു. എന്തിന്? അബു ചിന്തിച്ചു. പെട്ടെന്ന് വാതിൽക്കിൽ ഒരു വെള്ളായം കണ്ടു. ജേക്കബ് അച്ചായൻ. അനന്തൻ അയാളെ ശ്രദ്ധിച്ചു. പക്ഷേ പരിചയമില്ല. അനന്തൻ്റെ നോട്ടം കൊണ്ട് ഇൻസ്പെക്ടർ അങ്ങോട്ട് തിരിഞ്ഞു. വരൂ അച്ചായ, ഇൻസ്പെക്ടർ പറഞ്ഞു. അച്ചായൻ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്നു. അനന്തനെ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജേക്കബ് അച്ചായൻ അബുവിൻ്റെ നെറ്റിയിൽ ഇടതു കൈപ്പത്തിക്കൊണ്ട് മെല്ലെ തലോടി. വേദന കുറവുണ്ടല്ലോ? ശേ, പാവം, അബുവിനോട് ആരിത് ചെയ്തു? ഇൻസ്പെക്ടറെ നോക്കി അച്ചായൻ പറഞ്ഞു. ശത്രുക്കൾ. മറുപടി പറഞ്ഞത് അനന്തനായിരുന്നു. അച്ചായൻ ലഭ്യനായി. ഇയാൾ ആരെന്നറിയാതെ സംശയിച്ചു. ഒരുപക്ഷെ മത്തായി പറഞ്ഞ വിപ്ലവകാരി ഇവനായിരിക്കുമോ? അതോ? കൊള്ളാം, മിടുക്കൻ, യുവസുന്ദരൻ, ആരോഗ്യമുള്ളവൻ, ചുണകയുള്ള മറുപടി, ഗാംഭീര്യമുള്ള മുഖം. അച്ചായൻ്റെ മനസ്സ് അവനെക്കുറിച്ച് വിലയിരുത്തി. അനന്തൻ്റെ അടുത്തേക്ക് നീങ്ങി. ചുണക്കുട്ടൻ്റെ പേരെന്താ? അനന്തൻ, ഗാംഭീര്യമായി തന്നെ അവൻ പറഞ്ഞു. നല്ല പേര്, അനന്തൻ. വീട്? സ്വന്തമായി ഇല്ല. സോറി. ജോലി? സർക്കാർ സർവീസിലായിരുന്നു, പിരിച്ചുവിട്ടു. ജേക്കബ് അച്ചായനോട് അങ്ങനെയൊക്കെ പറയാനാണ് അവന് തോന്നിയത്. അയാളെ കണ്ടപ്പോൾ ഒരു പൊങ്ങച്ചക്കാരൻ്റെ ഭാവമുണ്ടായിരുന്നു. കൂടാതെ ഈ അച്ചായൻ്റെ കാര്യമല്ലേ അബു പറഞ്ഞത്? അനന്തുവിൻ്റെ ഓരോ സംഭാഷണവും ജയദേവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാടും പടലും ഇടിച്ചു പൊളിച്ചു വരുന്ന കുറത്തിയുടെ ശൗര്യം തന്നെയായിരുന്നു ഇപ്പോഴും അനന്തുവിൽ. ഒരു ഒറ്റയാൻ്റെ വേട്ടപ്രയാണം. ഈ ട്രപ്പീസിയത്തിൽ അവൻ എന്തിനു കളിക്കുന്നു? കളിച്ചാൽ കളിയിൽ നിന്നും അനന്തു രക്ഷ നേടുമോ? അവൻ തളരില്ലേ? ബുദ്ധിയിൽ മോശമാവില്ല. തന്ത്രങ്ങൾ മെനയാൻ വൈഭവശാലി തന്നെ. എങ്കിലും മിസ്റ്റർ ആനന്ദൻ, എൻ്റെ വീട്ടിൽ ഒരു ഡിന്നറിന് വിളിക്കുന്നു, വരുമോ? ജേക്കബ് അച്ചായൻ അനന്തനെ ക്ഷണിച്ചു. ആരാണെന്നും എവിടെയാണ് വീടെന്നും മനസ്സിലായില്ല. വെറുതെ ഒരു കത്തി എറിഞ്ഞു. അതുകൊണ്ട് അയാൾ ഒന്ന് പിടഞ്ഞു. അവൻ ചോദിച്ചത് വളരെ ശരി. തനിക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നു. കാരണം
ഇതുവരെ നേരിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായി അത് സംഭവിക്കുന്നു ഒരു പീറ ചെറുക്കൻ്റെ മുന്നിൽ. സോറി അനന്തൻ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് ജേക്കബ് ചാക്കോ. ബിസിനസ്സാണ് ജോലി. ഇവിടെ അടുത്തുള്ള ഷീബ ടിമ്പേഴ്സ് എൻ്റേതാണ്. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഓ, ഗ്ലാഡ് ടു മീറ്റ് യു. അച്ഛ എൻ്റെ കൈയും നീണ്ടു. ഇരു കൈകളും ആലിംഗനം ചെയ്തു. അപ്പോൾ നാളെ വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. തെളിഞ്ഞു നിന്ന ആകാശത്ത് പെട്ടെന്ന് ഒരു കരിനിഴൽ വീണതുപോലെയായിരുന്നു അച്ചായൻ്റെ മുഖം. ഇൻസ്പെക്ടർ അവരുടെ ഇടങ്ങളിൽ നിശബ്ദനായിരുന്നു. അച്ചായൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഇൻസ്പെക്ടറെ അയാൾ ക്ഷണിച്ചത്. എന്നാൽ അനന്തുവിൻ്റെയും അച്ചായൻ്റെയും ഇടയിൽ ഒരു പീലാത്തോസ് ആകാനേ കഴിഞ്ഞുള്ളൂ. അച്ചായൻ്റെ മുഖം അല്പം ഗൗരവമായി. എന്നെ ധിക്കരിച്ചവൻ. ബാക്കി കൂട്ടിച്ചേർത്തത് അനന്തൻ തന്നെയായിരുന്നു. മരണക്കുഴിയെ കണ്ടിട്ടുള്ളൂ എന്നായിരിക്കും. അനന്തൻ അച്ചായനെ നോക്കി പുച്ഛമായി ചിരിച്ചു. അച്ചായനിൽ അരിശം ആളിക്കത്തി. ഇൻസ്പെക്ടർ, ഇവൻ ആരാണ്? ഇവൻ എന്നെ ധിക്കരിച്ചത് കണ്ടില്ലേ? നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇവിടെ പ്രകോപനപരമായ ഒരു പ്രശ്നവും നടന്നില്ലല്ലോ, പിന്നെ? ജയദേവൻ ചോദിച്ചു. ഓഹോ, ഇതിൽ കൂടുതൽ എന്തു വേണം? എന്നെ അവൻ അപമാനിച്ചില്ലേ? നിങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യൂ, അയാൾ അലറി. ഏയ് മിസ്റ്റർ ജേക്കബ്, ഇതുപോലുള്ള നാണകെട്ട പണി ചെയ്യാനുള്ളവരല്ല പോലീസ്. അവർ നിയമപാലകരാണ്, എല്ലാവർക്കും തുല്യരാണ്. അവർ നിങ്ങളെപ്പോലുള്ളവരുടെ ദാസ്യവൃത്തിക്കുള്ളതല്ലെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അനന്തന്റെ വാക്കുകൾ അടിവച്ച് അച്ചായന്റെ കാതുകളിൽ തുളച്ചു കയറി. കലി കയറിക്കൊണ്ട് അയാൾ അനന്തനെ നോക്കി ഒരു സൂചന കൊടുത്തു. നീയും പരുന്തുകാലിൽ പോകാറായെന്ന് മനസ്സിലാക്കിക്കോ. അതും പറഞ്ഞ് അയാൾ ധൃതിയിൽ മുറിവിട്ടിറങ്ങിപ്പോയി. അനന്തൻ പുഞ്ചിരിച്ചു. പുതിയൊരു അധ്യായത്തിന്റെ തുടക്കത്തിനായി കാത്തുനിന്നു. പിറ്റേ ദിവസം പകൽ ഉണർന്നു. ജോലിക്കാർ 8 മണിയോടുകൂടി ഈർച്ചമില്ലിലെത്തി. അവർ യാർഡിൽ അങ്ങിങ്ങായി കിടന്ന തടികൾ അടുപ്പിച്ച് കട്ടിംഗ് ഡെസ്കിൽ കയറ്റി. മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ബെൽറ്റുകൾ അതിശീഘ്രം കറങ്ങി. തടിയും വാളും ഒരുമി. പൊടികൾ ചീറ്റി ചിതറി കാറ്റിൽ പറന്നു. പുറകോട്ടുകൾ വീണ്ടും അറക്കുന്നതിനായി പുറംവാളുകൾ നീക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഉരുപ്പടികൾ അവിടെ അളവിനനുസരിച്ച് രൂപപ്പെട്ടു വന്നപ്പോൾ ജേക്കബ് അച്ചായന്റെ ഇരുനില മാളികയിൽ പുതിയൊരു അരങ്ങൊരുങ്ങുകയായിരുന്നു. കുഷ്യൻ സെറ്റിയിൽ ചാരിക്കിടന്ന് ടീപ്പോയിന്മേൽ കാലു പിണച്ചു വെച്ച് വിറപ്പിച്ച് സിഗരറ്റ് പുക ആസ്വദിച്ച് പുറന്തള്ളുകയാണ് അച്ചായൻ. തൊട്ടടുത്ത് സഹായികളായ പിപ്പിരി മത്തായിയും ചന്ദ്രവും ശംഖുവും ഓട്ടോക്കാരൻ മോഹനും തട്ടുകടക്കാരൻ റഷീദും കൈകെട്ടി നിൽപ്പുണ്ട്. തിരുമുഖത്തു നിന്ന് കൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി നിർവഹിക്കുവാൻ സന്നദ്ധരായാണ് അവർ നിന്നിരുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ അച്ചായൻ വളരെയധികം മാനസികമായി തളർന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മറ്റുള്ളവരോടും ദേഷ്യം തന്നെയായിരുന്നു. തൊടുന്നതെല്ലാം കുറ്റം, പറയുന്നതെല്ലാം പകയോട് മാത്രം. എപ്പോഴും പെറുവിറുത്തുകൊണ്ട് നടക്കുന്നു. 60-ാം വയസ്സിലും ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലത, ആവേശം, പ്രതികാരവാജ്ഞ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള മോഹം. തോൽവി വാക്കുകളിലോ പ്രവൃത്തിയിലോ തിരിച്ചറിയാതിരുന്നിട്ടുള്ള അച്ചായനെ അനന്തന്റെ വാക്കുകൾ, ശബ്ദങ്ങൾ തളർത്തി. ഇല്ല, തളരത്തില്ല. മാളികയിൽ ജേക്കബ് തകരത്തില്ല. എവിടെ നിന്നോ വന്ന ഒരു ധിക്കാരിയുടെ ഗോഷ്ഠിക്ക് മുന്നിൽ തളരാനോ സാധ്യമല്ല. അതേ ദൃഢസ്വരത്തിലായിരുന്നു രാവിലെ തന്നെ അച്ചായൻ അവരെ ആളയച്ച് വിളിപ്പിച്ചത്. അവന്റെ കഥ കഴിക്കണം, അവന്റെ നാവറക്കണം, അതായിരുന്നു ആവശ്യം. അയാളുടെ തീരുമാനങ്ങൾക്ക് എതിര് നിൽക്കാൻ മാളികയിൽ ആർക്കും കഴിഞ്ഞിരുന്നില്ല. 35ഓളം വർഷമായി ജേക്കബ് അച്ചായന്റെ ധർമ്മപത്നിയായി കഴിഞ്ഞ ശോശാമ കുഞ്ഞമ്മയ്ക്ക് പോലും ആ മനസ്സിന്റെ തൂക്കം അളന്നെടുക്കാൻ കഴിയാതെ പോകുന്നു. ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ MD ആയിരുന്നു മൂത്ത മകൻ ആൻഡ്രൂസ്. അവൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ അച്ചായനെ പല പ്രാവശ്യം ഉപദേശിച്ചു. മത്തായിയും സംഘവും ഇവിടെ വരരുതെന്നും അച്ചായനെ നശിപ്പിക്കരുതെന്നും വിലക്കി. എന്നാൽ ഇതിൽ ക്ഷുഭിതനായ അച്ചായൻ ഒരു ദിവസം അവിടെ ഇളക്കി മറിച്ചു. തന്റെ തീരുമാനങ്ങൾ മാറ്റിമറിക്കാൻ സെമിത്തേരിയിൽ പൊടിയായി കിടക്കുന്ന തന്റെ ഇച്ചായന്റെ പുഴുക്കൽ പോലും പറഞ്ഞാൽ സാധ്യമല്ലെന്ന് തറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആൻഡ്രൂസ് തളർന്നുപോയി. അച്ചായന്റെ കൂട്ടുകെട്ടും ദുർവാശി നിമിത്തമാണ് ഒരു മകനെ പോലും നഷ്ടപ്പെട്ടതെന്ന് അവനറിയാം. എങ്കിലും അച്ചായനെതിരെ ആയുധമെറിയാൻ കഴിഞ്ഞില്ല. ഇനി അവശേഷിക്കുന്നത് 2 പേർ മാത്രം, ഒരു മോനും മോളും മാത്രം. മകൾ ഷീബ എറണാകുളത്ത് പഠിക്കുന്നു. ഇവിടെ ഒരു ആപത്തുണ്ടായാൽ ഈ പോക്കിരികളില്ലാതെ സ്വന്തക്കാരായിട്ട് ആരുമില്ലെന്ന് ശോശാമ്മക്കുഞ്ഞയ്ക്ക് നന്നായിട്ട് അറിയാം. ഉണ്ടാക്കിയതിന്റെ ആദായം പറ്റി സുഖമായി കഴിയാനുള്ളതിന് വെറുതെ പൊല്ലാപ്പിനൊന്നും പോകരുതെന്ന് പല പ്രാവശ്യം അവർ പറഞ്ഞു നോക്കി. കാലിൽ വീണ് അപേക്ഷിച്ചു. അവസാനം കണ്ണീരോടുകൂടി മാത്രമാണ് പിൻവാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചന്ദ്രുവാണ് അക്കാര്യം സൂചിപ്പിച്ചത്.
പ്രതീക്ഷയ്ക്കപ്പുറം കാര്യങ്ങളൊക്കെ നീങ്ങുന്നുവെന്ന്. അബുവിനെ ആക്രമിച്ചത് ജേക്കബ് അച്ചായന്റെ നിർദ്ദേശപ്രകാരം പിപ്പിരി മത്തായും സംഘവുമാണെന്നും പോലീസും അച്ചായനും ഒത്തുകളിച്ച് കേസ് ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ സംസാരിച്ചു കേൾക്കുന്നത്. ജെയിംസിന്റെ കുടുംബത്തെ എങ്ങനെയും നശിപ്പിക്കാനുള്ള തന്റെ നീക്കത്തിന്റെ ചുവട് തൂത്തെറിയാൻ ശ്രമിക്കുകയാണ് അവരെന്ന് അച്ചായന് മനസ്സിലായി. അസോസിയേഷനിൽ എതിർത്ത അയ്യാപിള്ള തന്നെയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതെന്ന് ചന്ദ്രു പറഞ്ഞപ്പോൾ അരിശം കൊണ്ട് അച്ചായൻ പല്ലു ഞെരിച്ചു. ഇത്രയും നാൾ മർച്ചന്റൈസ് അസോസിയേഷൻ പ്രസിഡന്റായി താനായിരുന്നു, ഇപ്പോൾ അയ്യാപിള്ള. ആ മനസ്സ് മുരണ്ടു. ആ അധികാരം കൈവിട്ടു പോയതിന്റെ അമർഷം ആളിക്കത്തി. അവൻ ഹർത്താൽ നടത്താൻ പോണ പോലും. പാരട്ടകൾ, ഇന്നലെ വരെ എന്നെ തിന്നവർ. ദേഷ്യം ഗ്ലാസിൽ നിറച്ച വൈനിലൂടെ നുരച്ചു പൊന്തി. ഗ്ലാസുകളേറെ നിരത്തി. അവയിലെല്ലാം ആ അരിശങ്ങൾ പരത്തി. കുടിക്കടാ, കുടിക്ക്. കുടിച്ച് അവന്റെ കട തകർത്തെറിയ്, അച്ചായൻ അലറി. എല്ലാവരും ഗ്ലാസ്സിലെ പാനീയം ഒറ്റ വലിക്ക് കുടിച്ചു. ഇനിയും ഒഴിച്ചു കൊടുക്കടാ, കുടിക്ക്. ഈ ശക്തിക്ക് മുന്നിൽ എതിർക്കുന്നവനൊന്നും കാണരുത്. തല അറുത്തെറിയണം. അച്ചായൻ അവർക്ക് ആവേശം പകർന്നു. ആ ആവേശത്തള്ളലിൽ അവരുടെ കാലുകൾ കുതിച്ചു. പെട്ടെന്ന് വിളിച്ചു, നിൽക്കൂ. അവർ നിന്നു. പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പോകേണ്ട സമയവും എപ്പോഴല്ല. രാത്രിയിൽ, നിശബ്ദമായ രാത്രിയിൽ. അവർ പിന്നാക്കം അടുത്തടുത്ത് വന്നു. അച്ചായൻ തുടർന്നു, അവരുടെ ഹർത്താൽ ഇന്നല്ലേ? അപ്പോ നിങ്ങൾ 2 കൃത്യങ്ങൾ ചെയ്യണം. 1, അയ്യാപിള്ളയുടെ കട. 2, അബുവിന്റെ കട. ഒരു കാര്യം, ഇതൊന്നും ആദ്യത്തെ ഓപ്പറേഷനിലുള്ളതല്ല. പിന്നെ? മത്തായി ചോദിച്ചു. അച്ചായൻ പൊട്ടിച്ചിരിച്ചു. മണ്ടന്മാരെ, അതാണ് ബുദ്ധി. ഇന്ന് രാത്രിയിൽ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ തമ്മിലാണ്. ഞങ്ങൾ തമ്മിലോ? ചന്ദ്രു ചോദിച്ചു. അതെ, നിങ്ങൾ തമ്മിൽ. അച്ചായന്റെ ചിരിയുടെ മുഴക്കത്തിൽ അവർ പരസ്പരം ഒന്നും അറിയാതെ മിഴിച്ചു നിന്നു. മാളികയിലെ അച്ചായന്റെ തന്ത്രങ്ങൾക്കൊന്നും ഇതുവരെ വലിയ പിഴവൊന്നും പറ്റിയിട്ടില്ലെന്ന് അവർക്കറിയാം. എന്നാൽ ഒന്ന് സംഭവിച്ചു. മോന്റെ കൊലപാതകം. അത് കരുതലില്ലാതെ നടന്നു. ആ ചിതയിൽ നിന്നും കൊളുത്തിയ ദീപമാണ് കെട്ടടങ്ങാതെ ഇവിടെ നിൽക്കുന്നത്. എല്ലാം അച്ചായന്റെ തീരുമാനം പോലെ നടക്കട്ടെ. മത്തായി അങ്ങനെ വിചാരിച്ചു. ഇന്ന് രാത്രി മോഹനന്റെ ഓട്ടോ നിങ്ങൾ തകർക്കുന്നു. ആ ശബ്ദത്തിന്റെ ഭീകരതയോർത്ത് മോഹനൻ ഞെട്ടി. മറ്റുള്ളവരും. ഓട്ടോ പോയാൽ തന്റെ കുടുംബം വഴിയാധാരമാകും. എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ല. പോയാൽ പുതിയ ഓട്ടോ അച്ചായൻ വാങ്ങിത്തരുമോ? തന്നില്ലെങ്കിൽ ഈ വ്യവസ്ഥ സമ്മതിച്ചാൽ? മോഹനൻ കുഴങ്ങി. മറ്റു 4 പേരും ഒന്നും പറഞ്ഞില്ല. അവർ മോഹനെ നോക്കി. എന്താടാ ആരും ഒന്നും മിണ്ടാത്തത്? നിന്ന് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലെങ്കിൽ പറ. അച്ചായന് ദേഷ്യം ഇരട്ടിച്ചു. സെറ്റിൽ നിന്ന് ചാടി എണീറ്റു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പണമല്ലേ? അത് ഞാൻ തരും. എത്ര വേണം? പറയടാ. മത്തായിയുടെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ചു. അത് ഓട്ടോ. മത്തായി ഒരു വിധത്തിൽ കാര്യം അവതരിപ്പിച്ചു. വീണ്ടും അച്ചായന്റെ ചിരി ഉയർന്നു. ആ ചിരിയുടെ അലകൾ ആ മുറിയിൽ നിന്ന് വിറച്ചു. വിഡ്ഢികൾ, നിന്റെ ഒരു ഓട്ടോ തകർത്താൽ 10 എണ്ണം ഞാൻ വാങ്ങിത്തരും. അവർക്ക് തൃപ്തിയായി. ആ തീരുമാനങ്ങൾ ബലമുള്ളതാണെന്ന് അറിയാം. എന്താ, മതിയോ? മതി, അങ്ങനെ പറഞ്ഞാൽ മതി, മോഹനൻ പറഞ്ഞു. എന്നാ ഇനി കേട്ടോളൂ. റഷീദിന്റെ തട്ടുകട നിങ്ങൾ തന്നെ തകർക്കുന്നു. ഒപ്പം മോഹനന്റെ ഓട്ടോയും. അടികൊണ്ട് മോഹനൻ ആശുപത്രിയിൽ. റഷീദ് സാക്ഷി. അയ്യാപിള്ളിയും സംഘവും ഹർത്താലിനോടനുബന്ധിച്ച് ചെയ്ത ആക്രമണമാണെന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. പിന്നെ നേരം വെളുക്കുന്നതോടുകൂടി നമ്മുടെ പ്രത്യാക്രമണം. അയ്യാപിള്ളയുടെയും അബുവിന്റെയും കട നിശേഷമില്ലാതാക്കുന്നു. അവിടെയും പ്രതി റഷീദ്. എന്താ, റഷീദിന് പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത ആളെ അന്വേഷിക്കണം. പക്ഷേ ഈ കേസിൽ ഒരാൾക്ക് കിട്ടുന്ന തുക എന്തെന്ന് ഓർക്കണം. 5000 രൂപ. കേസിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. എന്താ, സമ്മതിച്ചോ? അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനേ നിർത്തിയുള്ളൂ. കുഴഞ്ഞ നാക്കുകൊണ്ട് ഗുണ്ടു ശങ്കു പറഞ്ഞു. അവനാണ് അല്പം കൂടുതൽ കഴിച്ചത്. ശരി, ആ കുപ്പി കൂടി കാലിയാക്കിയിട്ട് പൊക്കോളൂ. താഴെയിരുന്ന ഒരു ഫുൾ ബോട്ടിൽ കൂടി എല്ലാവരും ഊറ്റിക്കുടിച്ചു. ശരീരം അവർക്ക് നിയന്ത്രണത്തിലല്ലാതായി. ആടിക്കുഴഞ്ഞു. കാലുകൾ താളം തല്ലി മുന്നോട്ടിഴഞ്ഞു. അച്ചായൻ ആ പോക്ക് കണ്ട് രസിച്ചു. അപ്പോൾ ശോശാമ്മ കുഞ്ഞമ്മയുടെ മുഖം ഡോർ കട്ടന് പിന്നിൽ നിന്നും തെളിഞ്ഞു വന്നു. അവളെ നോക്കി കൈകാട്ടി വിളിച്ചു. വാടി എൻ്റെ പ്രിയപ്പെട്ടവളെ, നീയാണ് എൻ്റെ സർവരാജ്യം. അടുത്തു വാടി. ശോശാമ്മ കുഞ്ഞമ്മ അടുത്തു വന്നു. അവർ ആ വീട്ടിലെ അംഗമാണെന്ന് പോലും തോന്നുന്നില്ല. മക്കൾ വരുമ്പോൾ മാത്രമാണ് ആ ചുണ്ടുകൾ ശരിക്കും ചലിക്കുന്നത്, ആ മുഖം പ്രസന്നമാകുന്നത്. ചാൾസിന്റെ മരണശേഷം മുതൽ അങ്ങനെയായിരുന്നു. അവർ മൗനിയായി നിന്നു.
പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അകത്തളം മുറുകി ഒലിച്ചുറഞ്ഞ മെഴുകുതിരി പോലെ ഒരു യന്ത്രപ്പാവ. അവിടെ ഇനി ശേഷിക്കുന്ന അല്പം കണ്ണീര് മാത്രമാണ് ആ തറയിൽ വീണത്. ആരെന്ത് പറഞ്ഞാലും പിന്തിരിയാത്ത മനസ്സിന്റെ മുന്നിൽ തളരാനേ നിവൃത്തിയുള്ളൂ. എന്തിനാണ് നീ കരയുന്നത്? നീ കരയരുത്. ആ കണ്ണീർ എനിക്ക് നാശമാവരുത്. നീ എൻ്റെ ശക്തിയാവണം, ശക്തി. അച്ചായൻ അവരുടെ കയ്യിൽ പിടിച്ച് സിറ്റിയിൽ ചേർത്തടുത്തിരുത്തി. അപൂർവമായി കിട്ടുന്ന സന്ദർഭം. എൻ്റെ മകൻ പോയി, എൻ്റെ ഹൃദയം പിളർന്നു. പക്ഷേ പോയത് ഈ ഭൂമിയിൽ നിന്ന് മാത്രം, എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പപ്പ പപ്പ എന്ന് വിളിച്ച് അവൻ എൻ്റെ പിന്നാലെ പിന്തുടരുന്നു. അവൻ തുടങ്ങിയത് ഞാൻ തുടരുന്നുവെന്ന് മാത്രം. ശോശാമ്മ കുഞ്ഞമ്മയുടെ കരച്ചിലിന് ശക്തി കൂടി. ആ ഏങ്ങലടിക്കിടയിൽ പൈശാചിക ഭാവത്തോടെ. പകൽ യാമങ്ങൾക്ക് കുതിരശക്തി. സമയങ്ങൾ വളരെ വേഗം കടന്നുപോയി. സന്ധ്യ ആകാശത്തു മയങ്ങി. രാത്രി വന്നു. ഹർത്താൽ പൂർണ്ണമായും ശാന്തമായിരുന്നു. എന്നാൽ അർദ്ധരാത്രിയോടടുത്ത് അത് സംഭവിച്ചു. രാത്രിയോട്ടത്തിന് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകൾക്ക് നേരെ കല്ലുകൾ തുരുതുരാ വന്നു വീണു. മുൻവശത്തെ ചില്ലുകൾ തകർന്നു. എവിടെ നിന്നോ ഒരു തീപ്പന്തം തെറിച്ച് അതിൽ വീണു. അത് പടർന്നു. നിമിഷങ്ങൾ കൊണ്ട് ഓട്ടോറിക്ഷ കത്തിയമർന്നു. അയ്യാപിള്ളയുടെ കടയിലെ ജോലിക്കാർ ഉറക്കം പിടിച്ചതേയുള്ളൂ. ഒച്ചപ്പാട് കേട്ട് അവരും ചാടി എണീറ്റ് അവിടേക്ക് ചെന്നു. ഒച്ച വെച്ചത് മത്തായിയും സംഘവും തന്നെയായിരുന്നു. ആളുകൾ പലരും പലയിടത്തു നിന്ന് ഓടിയെത്തി. അവരെല്ലാം വരുമ്പോൾ അയ്യാപിള്ളയുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അയ്യാപിള്ളയുടെ ജോലിക്കാരോട് അമർഷം തോന്നി. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പാവപ്പെട്ടൻ്റെ ഓട്ടോ കത്തിച്ചു. ഇങ്ങനെയാണോ ഹർത്താൽ എന്നായിരുന്നു വന്നവരുടെ പക്ഷം. കുറച്ചു കഴിഞ്ഞ് പിപ്പിരി മത്തായിയും ഗുണ്ടുശംഖുവും ചന്ദ്രവും അവിടെ എത്തി. വന്ന പാടെ ഗുണ്ടു അലറി, ഏത് തെണ്ടികളാടാ ഈ തെണ്ടിത്തരം കാണിച്ചത്? എല്ലാറ്റിനെയും ഇടിച്ചു പൊളിക്കും. നീയാണോടാ? അടുത്തു നിന്ന് സീതാറാം ഹോട്ടലിലെ ജോലിക്കാരനെ കുത്തിന് കയറി പിടിച്ചു. അയ്യോ ഞാനല്ല, അവൻ വിറച്ചു. നീയല്ലേ? ഇല്ലേ, നിന്റെ അയ്യാവെള്ളായിരിക്കും ഫൊക്കൊഴുവേറി. അവനെ പിടിച്ച് ഒരു തള്ളു കൊടുത്തു. പെട്ടെന്ന് ഇരുട്ടിലൊരു ഞരക്കം. അത് റോഡിന്റെ സൈഡിലുള്ള ഓടയിൽ നിന്നായിരുന്നു. ചന്ദ്രവും മത്തായിയും അങ്ങോട്ടോടി. കൂട്ടത്തിൽ മറ്റാൾക്കാരും ഓടി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മോഹനെ കണ്ടു. മത്തായും ചന്ദ്രുവിനും അയാളെ പൊക്കിയെടുത്തു. ആൾക്കാർ അന്തം വിട്ടു. ഇത് അയ്യാപിള്ളയുടെ ആൾക്കാർ ചെയ്തത് തന്നെ. കൂടിയവർ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ രംഗം വഷളാവുമെന്ന് കരുതി സീതാറാമിലെ ജോലിക്കാർ പിൻവാങ്ങാൻ തുടങ്ങി. ഉടനെ ഒരു ഓട്ടോ അവിടെ എത്തി. അതിൽ മോഹനെ കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. പിപ്പിരിയും ഗുണ്ടുശംഖുവും ചന്ദ്രവും കൂട്ടത്തിലുണ്ടായിരുന്നു. 20 മിനിറ്റിനുള്ളിൽ ഓട്ടോ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വന്നു. അവർ 3 പേരും മോഹനെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തു. മത്തായി ഉടൻ തന്നെ ആശുപത്രിയിലെ ടെലിഫോൺ ബൂത്തിൽ നിന്നും ജേക്കബ് അച്ചായനെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ താഴ്ത്തി വെച്ചു. മുകൾ തട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അനന്തൻ. മോഹനെ വാർഡിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരുന്നു. ഇതിനിടയിൽ വെളിയിൽ നിന്ന് മത്തായിയും ചന്ദ്രവും ശംഖുവും ഗൂഢാലോചന നടത്തുന്നു കണ്ടു. പക്ഷേ അവർക്ക് അനന്തനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ കോണിപ്പടിയുടെ സൈഡിന് ഇരുട്ടിന് മറിഞ്ഞാണ് നിന്നിരുന്നത്. അടക്കത്തിലായിരുന്നു സംസാരം. എങ്കിലും കേട്ടു. അച്ചായൻ പറഞ്ഞത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയ്യാപിള്ളയുടെ കടയും അബുവിന്റെ കടയും തകർക്കണമെന്നാണ്. ഇപ്പോ ഈ സംഭവം കണ്ടവരെല്ലാം നമ്മുടെ പക്ഷത്താണ്. അതുകൊണ്ട് എത്രയും വേഗം മോഹനെ വാർഡിലാക്കിയ ഉടൻ തന്നെ നമുക്ക് പുറപ്പെടണം. മത്തായി നിർദ്ദേശങ്ങൾ കൊടുത്തു. ശരി, പക്ഷേ എനിക്ക് 2 ഗുണ്ട് പിടിച്ചെങ്കിലേ വണ്ടി ഓടാനൊക്കൂ. ഗുണ്ടു ശംഖു പറഞ്ഞു. പിടിക്കാമടോ, താൻ കിടന്ന് പിടയ്ക്കാതെ, ചന്ദ്ര പറഞ്ഞു. അവർ തന്ത്രങ്ങൾ മെനഞ്ഞ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ജേക്കബ് അച്ചായൻ അയാൾക്ക് ഒതുങ്ങാത്തതിനെ എല്ലാം നശിപ്പിക്കുകയാണ്. കണ്ണാടിക്കവല അയാളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ. ഇത്രയും കാലം ആരും കാര്യമായി ചോദിക്കാനില്ലായിരുന്നു. ചോദിക്കാൻ മുതിർന്നവൻ ജയിലിൽ. കുറച്ച് എച്ചില് നക്കികൾ ഉണ്ടെങ്കിൽ എല്ലാം ആയെന്ന അയാളുടെ വിചാരം. ഇന്ന് വെളുപ്പിനെ അയ്യാപിള്ളയുടെയും അബുവിൻ്റെയും കടകൾ അവർ തകർക്കും. അത് ഒരു പ്രത്യാക്രമണമായി മാത്രം ജനങ്ങൾ കരുതും. പാടില്ല, അത് നടക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവൻ ഇരുട്ടിൽ കൂടി ഓടുകയായിരുന്നു. ഇരുട്ട്, കനത്ത ഇരുട്ട്. ഓട്ടോറിക്ഷ കണ്ണാടിക്കവലയിലെത്തി. അതിൽ നിന്ന് ശംഖുവും പിപ്പിരി മത്തായിയും ചന്ദ്രുവും ഇറങ്ങി. അവരൊഴിച്ച് മറ്റാരും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു. അവർ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആടിക്കൊഴിഞ്ഞു നിന്നു. ദൂരെ നിന്നും ഒരു വണ്ടിയുടെ ഇരമ്പൽ, ഒരു ഡീസൽ ജീപ്പിൻ്റേതുപോലെ. ഹെഡ്ലൈറ്റ് അതിശക്തമായി ദൂരേക്ക് തെറിച്ചു വീണു. അപകടം മണത്തറിയുന്നത് പോലെ ചന്ദ്ര പറഞ്ഞു. അഷ്, പോലീസ് ജീപ്പെന്നാ തോന്നുന്നത്. വാഴ അപ്പുറത്ത് കഴിക്കാം. അധികം ആലോചിക്കാൻ നിന്നില്ല. വേച്ച് തട്ടിയും മുട്ടിയും മതിലിനപ്പുറത്തേക്ക് അവർ ഓടി മറിഞ്ഞു. അതെ,
അത് പോലീസ് ജീപ്പായിരുന്നു. കവലയിലെത്തി ഇരച്ചു നിന്നു. ഇൻസ്പെക്ടർ ജയദേവൻ എല്ലായിടവും സെർച്ച് ചെയ്യാൻ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. പോലീസുകാർ ടോർച്ച് തെളിച്ച് ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. ആരുമില്ല, ഹെഡ് കോൺസ്റ്റബിൾ നാരായണൻ പറഞ്ഞു. ശരി, കയറൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. എല്ലാവരും കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു. സീതാറാം ഹോട്ടലിന് മുന്നിൽ നിർത്തി. ഹെഡ് കോൺസ്റ്റബിൾ ഇറങ്ങി കടയുടെ വാതിലിൽ മുട്ടി വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് കണ്ണു തിരുമ്മി ജോലിക്കാർ എണീറ്റു. അവർ ഞെട്ടിപ്പോയി. പോലീസുകാർ. പെട്ടെന്ന് കടയ്ക്കകത്ത് ലൈറ്റ് തെളിഞ്ഞു. ജയദേവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ജോലിക്കാരോടായി പറഞ്ഞു, അയ്യാപിള്ളയെ വിളിക്കൂ. ഒരാൾ അകത്തേക്ക് പോയി. കടയുടെ പിന്നിലാണ് അയ്യാപിള്ളയുടെ വീട്. ഒന്നാന്തരം വാർത്ത കെട്ടിടം. കടയുടെ സൈഡിൽ കൂടിയാണ് പ്രവേശന കവാടം. എന്നാൽ അയ്യാപിള്ളയെ കാണാൻ വരുന്നവരെല്ലാം കടയ്ക്കുള്ളിൽ കൂടി ആണ് അപ്പുറത്തേക്ക് കടക്കുന്നത്. ഉറക്കച്ചടയോടെയാണ് അയ്യാപിള്ള കടന്നു വന്നത്. കവലയിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അതിനുശേഷം ഒന്ന് മയങ്ങിയതേയുള്ളൂ. അപ്പോഴാണ് വിളിച്ചത്. വരൂ സർ, ഇരിക്കാം. അകത്ത് കസേര നീക്കിയിട്ട് അയ്യാപിള്ള പറഞ്ഞു. ഇരിക്കാനല്ല വന്നത്, നിങ്ങളും ജോലിക്കാരും വേഗം വണ്ടിയിൽ കയറൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. എന്തിനാണ് സർ? അത് അവിടെ വന്നിട്ട് പറയാം. കയറൂ. നേരം വെളുത്തിട്ട് വന്നാ പോരെ സർ? നിങ്ങളോട് വണ്ടി കയറാനല്ലേ പറഞ്ഞത്, അതോ ഇനി കയറ്റണോ? ജയദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു. വേണ്ട സർ. അയ്യാപിള്ള അത് പറഞ്ഞുകൊണ്ട് ജോലിക്കാരെ എല്ലാം നോക്കി. ജീപ്പിൽ കയറി. അവരും പിന്നാലെ കയറി. ഭാര്യ യശോധരയും മക്കൾ അരുന്ധതിയും രേവതിയും മണിക്കുട്ടനുമെല്ലാം കരഞ്ഞുകൊണ്ട് അകത്തുനിന്നും ഓടിയെത്തി. എന്റെ പൊന്നു സാറുമാരെ, അദ്ദേഹത്തെ കൊണ്ടുപോകരുതേ. അയ്യോ, ഞങ്ങൾക്ക് ആരുമില്ലേ, ഞങ്ങളെ സഹായിക്കണേ. യശോധര വാവിട്ട് കരഞ്ഞു. ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകരുതേ, ഞങ്ങൾക്ക് ആരുമില്ലേ, അച്ഛാ, അച്ഛാ. മക്കളെല്ലാം അലറി കരഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തേക്ക് ഓടി. ആ കരച്ചിലൊന്നും ശ്രദ്ധിക്കാതെ പോലീസുകാർ ജീപ്പിൽ കയറി. വണ്ടി മുന്നോട്ട് കുതിച്ചു. യശോധരയും മക്കളും അവിടെ തളർന്നിരുന്നു. ഒരു പദവിയും വേണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാൽ മറ്റു കടക്കാരെല്ലാം അയ്യാപിള്ള തന്നെ ഇപ്രാവശ്യം പ്രസിഡന്റ് ആകണമെന്ന് ശക്തിയായി വാദിച്ചു. ഇക്കാര്യത്തിൽ മാളികയിലെ സാറിന് ശരിക്കും പകയുണ്ട്. അതുകൊണ്ട് കേസിനൊന്നും പോകണ്ടെന്ന് അപേക്ഷിച്ചതാ. എന്തു ചെയ്യാം? മറ്റുള്ളവരുടെ പിടിവാശിക്ക് വഴങ്ങി കേസും കൊടുത്തു. ഇപ്പോൾ അനുഭവിക്കുന്നത് ആരാ? നീറി പുകയുന്നത് ഈ കുട്ടികളും താനും മാത്രം. ആരുണ്ട് സഹായിക്കാൻ? യശോധര അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ആ മുറിയിലെ ലൈറ്റെല്ലാം അണഞ്ഞു. അവർ അലമുറയിട്ടു. അതിനെയെല്ലാം തളർത്തിക്കൊണ്ട് ഒരു ശബ്ദം ഉയർന്നു പൊങ്ങി. ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ ശത്രുക്കൾ അറിയും. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, സഹായി. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പറഞ്ഞു തീർത്തു. ശബ്ദം നിലച്ചു. ടോർച്ചിന്റെ വെളിച്ചം അപരിചിതന്റെ മുഖത്ത് തെളിഞ്ഞു. ആളെ മനസ്സിലായി. അനന്തൻ. ജെയിംസിന്റെ കൂട്ടുകാരൻ അനന്തൻ. കൊലപാതകി. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അനന്തൻ ചതിക്കുമെന്ന് കരുതാൻ വയ്യ. അബു അടികൊണ്ട് ആശുപത്രിയിലായപ്പോൾ എല്ലാവിധ സഹായവുമായി ഇയാൾ അവിടെയുണ്ട്. നാട്ടുകാരെല്ലാം അനന്തനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. രഹസ്യ പോലീസാണെന്ന് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലരും അനന്തനെ കണ്ടിട്ട് പോലുമില്ല. ഏതായാലും ഒരു ചതിയുടെ ഭാവമല്ല അതെന്ന് തീർച്ചയാണ്. ഇതെല്ലാം അരുന്ധതിയുടെ നിഗമനങ്ങളായിരുന്നു. പെൺകുട്ടികളുമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ കടന്നു വന്ന അയാൾക്ക് കാട്ടാളിന്റെ രൂപമായിരുന്നു യശോദ നൽകിയത്. രേവതിയും മണിക്കുട്ടനും രാത്രിയിൽ കടന്നു വന്ന യക്ഷിക്കഥയിലെ ധീരനായ ഗന്ധർവന്റെ വേഷമായിരുന്നു അണിയിച്ചത്. അത്രയ്ക്ക് കാണാൻ ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അനന്തൻ ശബ്ദം ഒതുക്കി പറഞ്ഞു. ഇതെല്ലാം അയാളുടെ കളികളാണ്. ജേക്കബ് അച്ചായൻ്റെ ഇന്ന് തന്നെ ഈ കെട്ടിടവും അബുവിൻ്റെ കടയും തകർക്കാൻ അവർ പ്ലാനിട്ടിരിക്കുകയാണ്. അവർ ഇവിടെ പതുങ്ങിയിരിപ്പുണ്ട്. അതിൻ്റെ ആദ്യ നടപടിയാണ് ഓട്ടോറിക്ഷ കത്തിക്കലും അയ്യാപിള്ള ചേട്ടൻ്റെയും ജോലിക്കാരുടെയും അറസ്റ്റും. അതുകൊണ്ട് പേടിക്കണ്ട, വീട്ടിനുള്ളിൽ കടന്നിരുന്നോളൂ. നിങ്ങളെ സഹായിക്കാൻ പുറത്ത് ഞാനുണ്ടാവും. അനന്തൻ്റെ വാക്കുകൾ ഓരോന്നും അവരെ ഞെട്ടിച്ചു. ഇതിൻ്റെ എല്ലാ അവസാനം ഇനി എന്താകും? പ്രശ്നങ്ങൾ വളരുകയല്ലേ? ഒരു പ്രശ്നവുമില്ലാതിരുന്ന നാടാണ്. പക്ഷേ സ്വസ്ഥത നശിക്കാൻ പോകുന്നു. ഒരു കൊലപാതകം നടന്നുവെങ്കിലും അത് അവിടെ അവസാനിച്ചെന്ന് കരുതി. അത് തുടക്കമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ശരി, നിങ്ങൾ പോയി കിടന്നോളൂ. അയ്യാപിള്ള ചേട്ടനെയും ജോലിക്കാരെയും നേരം വെളുക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. പോയി കിടക്കൂ. ഒരു ശബ്ദം കേട്ടാലും ആര് വിളിച്ചാലും അനങ്ങണ്ട. അവർ ഇരുട്ടിൽ കൂടി അകത്തേക്ക് പോകുന്നത് വരെ അനന്തൻ അവിടെ നിന്നു. പിന്നെ പുറത്തു ചാടി. ഈ സമയം അയ്യാപിള്ള ചേട്ടൻ്റെ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു. അവൻ ഇരുട്ടിൽ പതുങ്ങി നിന്നു. താമസിച്ചില്ല. തെരുവ് വിളക്കുകൾ അണഞ്ഞു. നിശബ്ദത. ഉദ്ദേശം 15 മിനിറ്റുകൾ നീങ്ങിക്കാണും. ഒരു വെള്ളക്കാർ ഇരമ്പി പാഞ്ഞു വരുന്നത് നിലാവിൽ കണ്ടു. അത് ആരുടേതാണെന്ന് സംശയിക്കേണ്ടി വന്നില്ല. ജേക്കബ് അച്ചായൻ്റെ തന്നെ. കാർ കവലയിൽ നിന്നു. അനന്തൻ ടോർച്ച് തെളിച്ച് വാച്ചിൽ സമയം നോക്കി. 3:15. 2-3 പേർ കാറിനടുത്തേക്ക് നീങ്ങുന്നു. അവർ തന്നെ. അച്ചായൻ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാകാം.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാർ തിരിച്ചുപോയി. വാച്ചിൽ സമയം നോക്കി. 3:20. ഇനി സമയമില്ല. ആദ്യം അവർ അബുവിന്റെ കട ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അയ്യാപിള്ളച്ചേട്ടൻ്റെതും. അനന്തൻ ഇരുട്ടിൽ കൂടി റോഡ് മുറിച്ചു കടന്നു. എതിർവശത്തെ മതിൽ ചാടി. മതിൽ സൈഡിൽ കൂടി മുന്നോട്ട് നടന്നു. വീണ്ടും മതിൽ കയറി. റോഡിലിറങ്ങി. ഇരുട്ടിൽ പതുങ്ങി. ഇപ്പോൾ അബുവിന്റെ കടയുടെ മുന്നിലെത്തി. ഇനി അവരെ നേരിടുക തന്നെ. അവർ അവിടെ നിൽപ്പുണ്ട്. ഒരാളുടെ കയ്യിൽ പന്തമാണെന്ന് തോന്നുന്നു. അത് കത്തിച്ചെറിയാൻ വേണ്ടിയായിരിക്കും. മറ്റൊരാൾ ടിന്നുമായി മുന്നോട്ടെടുക്കുന്നു. പെട്രോൾ ആയിരിക്കും. ആദ്യൻ അവനെ തന്നെ. മറ്റവർ പരിസരം വീക്ഷിക്കുകയാണ്. അനന്തരിക്കുന്ന ഭാഗത്തു കൂടിയാണ് ടിന്നുമായി വന്നവൻ കടന്നുപോയത്. നിമിഷം കൊണ്ടത് നടന്നു. അവന്റെ വായ് പൊത്തി മൂടിക്കൊണ്ട് പിന്നാക്കം വലിച്ചെറിഞ്ഞു. കരുതിയിരുന്ന തുണി വായിൽ തിരുകി. കാൽമുട്ടും മുതുകിൽ കുത്തി. കൈകൾ പിന്നോട്ട് വലിച്ച് കയറുകൊണ്ട് കെട്ടിയിട്ടു. അടുത്തവനെ കാത്തിരുന്നു. വരാതിരിക്കില്ല. ആദ്യം പോയവനെ അന്വേഷിച്ച് അടുത്തയാൾ വരുന്നു. ഗുണ്ടു ശങ്കു. അവനെയും അതുപോലെ തന്നെ ചെയ്തു. സഹികെട്ട് മൂന്നാമന് വരുന്നു. രണ്ടുപേരെയും കാണാതെ വന്നതിൽ ചതിയുണ്ടെന്ന് മത്തായിക്ക് മനസ്സിലായി. അത് എവിടെ പതിയിരിക്കുന്നുവെന്ന് അറിയില്ല. എങ്കിൽ ഈ കരുത്തൻ ആരായിരിക്കും? അയ്യാപിള്ളയെയും ജോലിക്കാരെയും മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അനന്തൻ. അവൻ വരില്ല. അവൻ അബുവിൻ്റെ കൂടെ ആശുപത്രിയിലാണ്. ഡിം മിന്നി പറഞ്ഞ ആഘാതത്തിൽ മത്തായി മറിഞ്ഞു വീണു. വീണ്ടും അതിശക്തമായ ഒരു ചവിട്ടും. മത്തായി വാ പൊളിച്ചു. ഒരലർച്ച. അവന്റെ മുതുകിലും കാലുകൾ കുത്തി. കൈ പിന്നാക്കം വച്ച് കെട്ടി. വായിൽ തുണി തിരികി ഓടയിൽ തള്ളി. ഇനി എന്ത്? അനന്തൻ ആലോചിച്ചു. ഇവരെ പോലീസിൽ ഏൽപ്പിച്ചാലോ? ഇൻസ്പെക്ടർ ജയദേവന്റെ നിലപാട് എന്തായിരിക്കും? ജേക്കബ് അച്ചായന്റെ പാർശ്വവർത്തിയാണോ? എങ്കിൽ പ്രയോജനമില്ല. മനഃപൂർവ്വമാണ് സീതാറാമിലെ ജീവനക്കാരെയും അയ്യാപിള്ളയെയും അറസ്റ്റ് ചെയ്തത്. അച്ചായന്റെ സ്വാധീനം. താൻ പറഞ്ഞാൽ ഒരു പക്ഷേ അവരെ വിടുമായിരിക്കും. അത് പക്ഷേ സ്നേഹബന്ധത്തിന്റെ പേരിലായാലോ? പാടില്ല. അത് താൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അനധികൃതമായി കുറച്ചുപേരെ എന്തിനു തടങ്കിൽ വെച്ചിരിക്കുന്നുവെന്ന് ചോദിക്കാം. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. എങ്ങനെ ബന്ധപ്പെടും? അതും ഈ രാത്രിയിൽ. ജയദേവൻ എവിടെയായിരിക്കും താമസിക്കുന്നത്? വീട്ടിൽ ഫോൺ കാണുമായിരിക്കും. നമ്പർ അറിയില്ല. അറിഞ്ഞാൽ തന്നെ എവിടെ നിന്ന് വിളിക്കും? അയ്യാപിള്ളച്ചേട്ടന് ഫോൺ കാണുമോ? ഉണ്ടെങ്കിൽ തന്നെ അവരെ ഇപ്പോൾ വിളിച്ചാൽ ഉണരുമോ? ആര് വിളിച്ചാലും അയങ്ങണ്ടെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ അവൻ പുഴങ്ങി. അവസാനം അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. മടിച്ചാണെങ്കിലും വിളിച്ചു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. അവർ ഉറങ്ങിയിരുന്നില്ലെന്ന് വ്യക്തം. കതക് തുറന്നു. ഒരു കലി കെട്ടടങ്ങിയ ഭാവമായിരുന്നു അനന്തനിൽ അവർ കണ്ടത്. അവരുടെ ഉദ്ദേശം ഞാൻ തകർത്തു. എല്ലാവരെയും പിടിച്ചു കെട്ടിയിട്ടു. അത്ഭുതം, അതിലുപരി സന്തോഷവുമായി അവർ അനന്തനെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഫോണുണ്ടോ? ഉണ്ടല്ലോ. അരുന്ധതി ചാടിക്കയറി പറഞ്ഞു. എന്തു ചെയ്യാം? ഇൻസ്പെക്ടറുടെ നമ്പർ അറിയില്ലല്ലോ. വീട്ടിലെയോ സ്റ്റേഷനിലെയോ? അരുന്ധതി ചോദിച്ചു. അനന്തൻ ഉത്സാഹത്തോടെ പറഞ്ഞു. വീട്ടിലെ. ചിലപ്പോൾ അച്ഛൻ്റെ ഡയറിയിൽ കാണും. ഉടൻ തന്നെ മേശവലിപ്പിൽ നിന്നും ഡയറി തപ്പിയെടുത്തു. അതിൽ ആ നമ്പർ ഉണ്ടായിരുന്നു. അനന്തൻ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലുണ്ട്. അങ്ങേ തലക്കിൽ അറ്റൻഡ് ചെയ്തു. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയദേവനാണോ? അനന്തൻ ചോദിച്ചു. അതെ, ആരാണ് സംസാരിക്കുന്നത്? ഉറക്കത്തിൽ നിന്നും ഉണർന്ന അലസമായ ശബ്ദം. ഞാൻ അനന്തൻ. എന്താണ് അനന്തു ഈ രാത്രിയിൽ? എവിടെ നിന്ന് വിളിക്കുന്നു? വിളിക്കുന്ന സ്ഥലം അറിയണ്ട. തന്നോട് ഒരു കാര്യം പറയാനാണ് ഈ രാത്രിയിൽ കുത്തിപ്പൊക്കിയത്. യശോധരിയും കുട്ടികളും മിഴിച്ചു നിന്നു. അനന്തൻ ഇൻസ്പെക്ടർ താനെന്നും മറ്റും വിളിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധവും അധികാരവും എന്താണ്? ഒരുപക്ഷെ നാട്ടുകാർ പറയുന്നത് പോലെ അനന്തൻ രഹസ്യ പോലീസാണോ? അവരങ്ങനെ ആലോചിച്ചു പോയി. അനന്തന്റെ സംസാരം തുടർന്നു. അരമണിക്കൂർ മുമ്പ് കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലേ? മറ്റാരുമല്ല, അയ്യാപിള്ള ചേട്ടനും അദ്ദേഹത്തിന്റെ ജോലിക്കാരും. ആ ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ പറഞ്ഞു. താൻ ജേക്കപ്പച്ചായന്റെ സ്നേഹിതനാണോ? അനന്തൻ ചോദിച്ചു. അല്ലല്ല. രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അന്വേഷിക്കണമല്ലോ, അത് മാത്രമേ ഉണ്ടായുള്ളൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. അതിന് സീതാറാമിലെ ജീവനക്കാർ തന്നെ വേണമെന്നുണ്ടോ? ജയദേവന് നേരിയ ചമ്മലുണ്ടായതുപോലെ ശബ്ദത്തിന് മാറ്റം. അവരെക്കുറിച്ചാണ് പരാതി കിട്ടിയത്. ആര് തന്നു? അച്ചായൻ. അച്ചായന്റെ വാക്യം വേദവാക്യം അല്ലേ? എടാ മോനെ, വേഷമൊന്നും കെട്ടണ്ട. എങ്കിൽ കേവലനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ പറയുന്നു നിരപരാധികളായ അവരെ വിട്ടയക്കണമെന്ന്. ചെയ്യുമോ? ഇല്ലെങ്കിൽ അച്ചായന്റെ വലം കൈകൾ അബുവിൻ്റെയും അയ്യാപിള്ള ചേട്ടൻ്റെയും കടകൾ നശിപ്പിക്കാൻ ചെന്ന് ഒടുവിൽ ഓടയിൽ കിടക്കുന്ന അവരെങ്കിലും പൊക്കിയെടുക്കാൻ പറ്റുമോ? ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ കഴിയുന്ന പോലെ നോക്കാൻ ആളുണ്ടാവും. ഫോൺ കാടലിൽ വെച്ചു. എന്താ, പേടി മാറിയോ? അനന്തൻ യശോധരയോടും കുട്ടികളോടുമായി ചോദിച്ചു. ഇല്ല,
പേടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അരുന്ധതി പറഞ്ഞു. അതെന്താ? താങ്കൾ ആരാണെന്നറിയാൻ കഴിയാത്തതുകൊണ്ട്. അവൾ പറഞ്ഞു. നിങ്ങളുടെ ശത്രുവല്ലെന്ന് മനസ്സിലാക്കിയ പോരെ. ശരി ശരി, ഞാൻ പോകുന്നു. അധികം താമസിയാതെ അയ്യാപിള്ളച്ചേട്ടനും ജോലിക്കാരും വരും. ഇല്ലെങ്കിൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അനന്തൻ ഇറങ്ങാനായി ഭാവിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഞാനിവിടെ വന്ന് ചെയ്ത കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. പോലീസുകാരും ചോദിക്കും. അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. കഥ അടച്ചു കിടന്നോളൂ. അവൻ ഇരുട്ടിൽ നടന്നു മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് കടയ്ക്ക് മുന്നിൽ വന്നു നിന്നു. അയ്യാപിള്ളച്ചേട്ടനും ജോലിക്കാരും ഇറങ്ങി. വീട്ടിലും കടയിലും ലൈറ്റ് തെളിഞ്ഞു. കുട്ടികളും യശോധരയും ഭർത്താവിന്റെ അരികിലേക്ക് ഓടി വന്നു. പോലീസ് ജീപ്പ് നാൽക്കവലയിലേക്ക് നീങ്ങി. പോലീസുകാർ ഇറങ്ങി ഓടകൾ പരിശോധിച്ചു. എല്ലാവരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. പൊക്കിയെടുത്ത് വണ്ടിയിലിട്ടു. ജീപ്പ് അയ്യാപിള്ളയുടെ കടയിൽ വാതിൽക്കിൽ നിന്നു. ഇൻസ്പെക്ടർ ഇറങ്ങി വന്ന് യശോധരയോടായി ചോദിച്ചു. അനന്തൻ ഇവിടെ വന്നോ? ഇല്ല, അവർ മറുപടി പറഞ്ഞു. വന്നില്ലേ? ജയദേവൻ വീണ്ടും ചോദിച്ചു. ഇല്ല. ശരി, പൊയ്ക്കോളൂ. ഇൻസ്പെക്ടർ ജീപ്പിൽ കയറി. ജീപ്പ് മറയുന്നത് വരെ അവരവിടെ നിന്നു. നേരം പുലർന്നതേയുള്ളൂ. പാടമെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാറ് നടണം. പണിക്കാരെ എല്ലാം അറിയിക്കണം. പാകിയ ഞാറുകളെല്ലാം പാടത്തെത്തിക്കുവാൻ കുമാരുവിനോട് ഏർപ്പാട് ചെയ്തിരുന്നതാണ്. കുമാരു മാളികയിലെ പണിയുടെ കാവൽക്കാരനാണ്. അയാളുടെ പിതാക്കന്മാർ മാളികയിലെ മൂപ്പന്മാരായിരുന്നു. ഏത് ജോലിക്കും അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. പാടത്തെ ആണെങ്കിലും പറമ്പിലെ ആണെങ്കിലും പണികളെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യാനും ചെയ്യിക്കാനും മിടുക്കനാണ് കുമാരു. എണ്ണക്കറുപ്പുള്ള അവൻ്റെ ഉറച്ച ശരീരം ഭൂമിയിൽ മുത്തു വിളയിച്ചേ അടങ്ങൂ. സാധാരണയായി അവൻ ഷർട്ടിടാറില്ല. കൈലിമുണ്ടെടുത്ത് തലയിൽ ഒരു തോർത്തുമുണ്ട് കെട്ടി നെഞ്ചു വിരിച്ചാണ് നടത്തം. ജോലി ചെയ്യുമ്പോൾ ആ ശരീരത്തിലെ മസിലുകൾ വിയർപ്പിൽ കുളിച്ച് നൃത്തം ചെയ്യുന്നത് കാണാം. കുമാരു ആരോടും വഴക്കിന് പോകുന്ന ആളല്ല. അവൻ ഒറ്റപുത്രനാണ്. പൈലോയ്ക്കും അമ്മാവളിനും നീണ്ട ദാമ്പത്യവല്ലരിയിൽ വീണു കിട്ടിയ കന്നിമുത്ത്. പൈലോയ്ക്ക് പ്രായമായി. ഇടയ്ക്കിടെ കേൾവിക്കുറവുണ്ട്. അമ്മാളുവാണെങ്കിൽ പണിക്കൊന്നും പോകാൻ വയ്യ. എങ്കിലും ചിലപ്പോൾ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് വീണ് കിടക്കുന്ന കതിരുകൾ പെറുക്കാൻ പോകും. പോകരുതെന്ന് പല പ്രാവശ്യം കുമാരു വിലക്കിയിട്ടുണ്ട്. അതൊന്നും അമ്മാളു കണക്കിലെടുക്കില്ല. പണി ചെയ്ത് ശീലിച്ച കരങ്ങളല്ലേ. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരേ പരാതിയാണുള്ളത്. കുമാരുവിന് ഒരു പെണ്ണ് വേണം. ഒരുത്തിയെ പിടിച്ചുകൊണ്ട് വരാനെങ്കിലും അവർ പറയുന്നുണ്ട്. അവന് എന്തെങ്കിലും വേവിച്ച് വിളമ്പി കൊടുക്കാൻ ഒരാൾ വേണം. അവരുടെ കാലം കഴിഞ്ഞ അതാ അമ്മാളുവിൻ്റെ മനസ്സിലെ തീയെ. അവന് ഇപ്പോൾ തന്നെ 40 വയസ്സായി. കല്യാണം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞെന്നാണ് അവൻ്റെ അഭിപ്രായം. പവിലയാണെങ്കിൽ നിരന്തരം വഴക്ക്. നിന്നെ ഒടുങ്ങാൻ ഏതെങ്കിലും ഒരു കിടാത്തിയെ പിടിച്ചോണ്ട് വാടാ. ചാവുന്നതിന് മുമ്പേ കരടും കമ്പുമില്ലാതെ ഇത്തിരി വെള്ളം എനിക്ക് മോന്തി കുടിക്കണം. അവൻ്റെ ഒടുങ്ങാനുള്ള പോക്ക്. കുമാരു ചെറ്റയിൽ കിടന്ന തോർത്തുമുണ്ട് കുടഞ്ഞ് തോളത്തിട്ടിട്ട് ഇറക്കാൻ നേരത്തായിരുന്നു ശകാരം. അവൻ തിരിഞ്ഞ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ രണ്ടാം മുണ്ട് തലയെ കെട്ടി നേരെ നടന്നു. കിഴക്ക് നിന്ന് പണിക്ക് വരുന്ന കുറച്ച് പെണ്ണുങ്ങളെ മാളികയിലെ പാടത്തെ പണിക്ക് വിളിക്കണം. ഇന്നലെ ഒരു പെൺപടയുടെ നേതാവിനെ ചട്ടം കിട്ടിയിരുന്നു. അവർ വരാതിരിക്കില്ല. കുമാരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ ഒരു കൈകൊട്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റഷീദായിരുന്നു. കിതച്ചുകൊണ്ട് ഓടി വരുന്നത്. എന്താ റഷീദണ്ണ ഓടുന്നത്? പ്രായം കുറവാണെങ്കിലും റഷീദിനെ എല്ലാവരും അണ്ണ എന്നാണ് വിളിക്കുന്നത്. റഷീദ് അടുത്തു വന്നു. എടാ കുമാരു, ആകപ്പാടെ പ്രശ്നമാ. എന്തണ്ണ? അവൻ റഷീദിന്റെ മുഖത്തേക്ക് നോക്കി. എടാ, നമ്മുടെ മത്തായിയെയും ശങ്കുവിനെയും ചന്ദ്രനെയും പോലീസ് പിടിച്ചോണ്ട് പോയി. അതെന്തിനാ? കുമാരു ചോദിച്ചു. കുന്തം. റഷീദിന് ദേഷ്യം വന്നു. അയ്യാപിള്ള പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിച്ചതാ. അവരോട് വഴക്കിന് പോയി കാണും, അതുകൊണ്ടാ. കുമാരി പറഞ്ഞു. പോടാ, ഒരു വീക്ക് തന്നാലുണ്ടല്ലോ. നീ വേഗം നടക്ക്. റഷീദ് ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്തിനാ ഞാൻ ഓടുന്നത്? കുമാരി ചോദിച്ചു. എന്നാ നീ ഇവിടെ കിടന്നോ, ഞാൻ പോവുക. പോലീസുകാർ ഇപ്പൊ വരും, നിന്നെ പൊക്കിയെടുത്തോളും. അതും പറഞ്ഞുകൊണ്ട് റഷീദ് തൈച്ചിറയിൽ കൂടി ഓടി. പോലീസുകാർ വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞാണ് അവൻ ഓടിയത്. അയ്യാപിള്ളയുടെ കടയിൽ അവരെത്തിയിട്ടുണ്ട്. ഉടൻ അവരിവിടെ എത്താം. അതിനു മുമ്പ് അച്ചായനെ കണ്ട് വിവരമെല്ലാം പറയണം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. കുടിച്ചത് ഇത്തിരി കൂടിപ്പോയത് കൊണ്ട് ഇന്നലത്തെ സംഭവത്തിൽ ഒന്നും പങ്കെടുത്തില്ല. അച്ചായൻ തന്നെ ശകാരിക്കുമെന്നറിയാം. അതിനേക്കാൾ പന്തികേട് പോലീസുകാർ തന്നെയും വിടുകയില്ലെന്നുള്ളതാണ്. മാളികയിലെ വീടിന്റെ പുറകുഭാഗത്ത് വിറകുപുരയുടെ അടുത്തെത്തിയപ്പോൾ അത് കണ്ടു. ഒരു പോലീസ് ജീപ്പ്. അവരെത്തിയിരിക്കുന്നു. ഡ്രൈവർ അടുത്ത് നിൽപ്പുണ്ട്. അവൻ അവിടെ പതുങ്ങി. അകത്ത് എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ശബ്ദം ഉയർത്തിയാണ്.
ചെറുതായി വെളിയിൽ കേൾക്കാം. ജേക്കപ്പച്ചായനും ഇൻസ്പെക്ടറും തമ്മിൽ വാക്കുകൾ കൊണ്ട് എതിർക്കുന്നു. അവർ അടുപ്പത്തിലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നത് വിറകുപുരയുടെ മറവിൽ നിന്ന് റഷീദ് കണ്ടു. ഈ മത്സരങ്ങൾ ഒന്നിനു പരിഹാരമാകില്ല, അച്ചായൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്, ജയദേവനും പറഞ്ഞു. അവരെ ഇന്ന് തന്നെ പറഞ്ഞു വിടുന്നത് നമ്മുടെ സ്നേഹത്തിനും ലോക്യത്തിനും നല്ലതാണ്, അച്ചായൻ ഒരു താക്കീത് പോലെ കൊടുത്തു. ജയദേവന്റെ മുഖത്ത് ഗൗരവം നേളിച്ചു. ചിലപ്പോ വെളിയിൽ നിൽക്കുന്ന പലരും അകത്തായെന്ന് വരും, ഇൻസ്പെക്ടർ അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ ശോശാമ്മക്കുഞ്ഞമ്മയുടെ മനസ്സിൽ ഒരങ്കലാപ്പ്. ഒരു നിമിഷം കൊണ്ട് സർവ്വ മാതാക്കന്മാരെയും പുണ്യാളന്മാരെയും വിളിച്ചപേക്ഷിച്ചു. ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് കുമാരു അങ്ങോട്ട് കടന്നു വന്നത്. ഇൻസ്പെക്ടർ അയാളെ ശ്രദ്ധിച്ചു. കരുത്തനായ ഒരുത്തൻ, ജേക്കബിന്റെ ശക്തന്മാരിൽ ഒരാൾ. ഇവൻ വെളിയിൽ നിന്നുകൂടാ, നിന്നാൽ പ്രശ്നം രൂക്ഷമാകും. ഇവനെയും അകത്താക്കണം, ഇൻസ്പെക്ടർ ചിന്തിച്ചു. എവിടെ വാടാ, ജയദേവൻ കുമാരുവിനെ വിളിച്ചു. അവൻ അടുത്തു ചെന്നു. എടുക്കടാ തലയെക്കെട്ട്. കുമാരു അമളി പറ്റിയതുപോലെ തലയെക്കെട്ട് അഴിച്ചെടുത്ത് തോർത്ത് കക്ഷത്ത് വെച്ച് കൈകൂപ്പി നിന്നു. അവൻ ഒരു പാവമാ, ജേക്കപ്പച്ചായൻ പറഞ്ഞു. അതെനിക്കറിയാം, ഇൻസ്പെക്ടർ പറഞ്ഞു. പിന്നെ കുമാരുവിനോടായി, നിന്റെ പേരെന്തുവാ? കുമാരു. അവൻ വല്ലാതെ ഭയപ്പെട്ടാണ് അത് പറഞ്ഞത്. നിനക്ക് ഇവിടെ എന്താ? ജോലിക്ക് വരുന്നവനാണേ, കുമാരു കൈകൂപ്പി പറഞ്ഞു. എന്ത് ജോലിയാണ്? ഇൻസ്പെക്ടർ ശബ്ദമുയർത്തി ചോദിച്ചു. എല്ലാ ജോലിയും ചെയ്യും, കുമാരു അത് പറഞ്ഞു തിരികെയും പിന്നെ ഒരു ഗർജനവുമാണ് കേട്ടത്. ഫാ കേറടാ വണ്ടിയിൽ, ഇൻസ്പെക്ടർ അവന്റെ നേരെ ചാടി. കുമാരുവിന്റെ കണ്ണിൽ കൂടി മഹാപ്രവാഹം മുഴുകി. അവൻ ജേക്കപ്പച്ചായന്റെ മുഖത്തും ശോശാമ്മ കുഞ്ഞമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ശോശാമ്മ കുഞ്ഞമ്മയുടെ മനസ്സ് നൊമ്പരപ്പെട്ടു. ഒരു പുഴുവിനെ പോലും നോവിക്കാത്ത ആ പാവവും അവർക്ക് വേണ്ടി. ആ, എല്ലാറ്റിനും കാരണക്കാരൻ ഇവിടുള്ളവൻ തന്നെ. എതിർത്തിട്ട് കാര്യമില്ല, മത്സരിക്കട്ടെ, മത്സരിച്ച് നശിക്കട്ടെ. ആ പാവത്തിനെയെങ്കിലും വിട്ടിരുന്നെങ്കിൽ, ശോശാമ്മ കുഞ്ഞമ്മ ആശിച്ചു പോയി. കുമാരു ജീപ്പിൽ കയറുന്നത് ഹൃദയവേദനയോടെ അച്ചാനെ നോക്കി. അതും ഒരു പകയായി വളർന്നു. ഇൻസ്പെക്ടർ ജയദേവൻ അവനെ ഇനി ഈ പണിക്ക് കൊള്ളില്ല, വേണ്ട, വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടാം. ജീപ്പ് മുന്നോട്ട് പാഞ്ഞുപോയി. അത് മറയുന്നത് വരെ നോക്കി നിന്ന ശേഷം അച്ചായൻ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. ഫോൺ റിസീവർ കയ്യിലെടുത്തു. ഡയൽ ചെയ്തു. ബെൽട്ടോൺ ഉണ്ട്. അങ്ങേ തലയ്ക്കൽ ആളെത്തി. ഹലോ, എസ് പിയുടെ ഓഫീസല്ലേ? അച്ചായൻ ചോദിച്ചു. യെസ്, എസ് പി കൃഷ്ണചന്ദ്രൻ. അതെയോ, ഇത് ഞാനാണ്, ജേക്കബ് ചാക്കോ. എന്താണ് ജേക്കബ്, സുഖം തന്നെയല്ലേ? സുഖമോ? എന്തെങ്കിലും സ്വസ്ഥത കിട്ടിയിട്ട് വേണ്ടേ സുഖം? അതെന്താ ഇപ്പോൾ പ്രശ്നം? എസ് പി ചോദിച്ചു. അച്ചായനിൽ അരിശം തിരതള്ളി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കീടം തന്നെ. ആര്? അച്ചായൻ പല്ല് കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ ജയദേവൻ. ഓ, ഹീസ് വെരി ബ്രില്യൻറ്റ് ആൻഡ് ഇന്റലിജന്റ്, എസ് പി പറഞ്ഞു. ബ്രില്യൻറ്റ്, അച്ചായന്റെ വാക്കുകളിൽ പുച്ഛം. അവൻ ഒരു കോവർ കഴുതയാണ്. അവനെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റിത്തരാമോ? എന്റെ ജോലിക്കാരെ 4 പേരെ അവൻ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുകയാണ്. അവരെ ഇന്ന് തന്നെ വിടണം. ഇത് പ്രസ്റ്റീജ് പ്രശ്നമാണ്. പറ്റുമോ? ഇല്ലെങ്കിൽ ശരി, അന്വേഷിച്ച് വിവരം പറയാം. എസ് പിയുടെ വാക്കുകളിലെ പോരായ്മയിൽ അച്ചായന് അതൃപ്തി. അറിയാനൊന്നുമില്ല, അവരെ വിട്ടയക്കണം. അവരുടെ പേരിലുള്ള കള്ളക്കേസ് മാറ്റണം. ശരി, വീണ്ടും വിളിക്കും, തറപ്പിച്ചു പറഞ്ഞു. ഫോൺ താഴ്ത്തി വെച്ചു. അനന്തൻ, ജയദേവൻ, അവർ തനിക്കെതിരായുള്ള പുതിയ ശത്രുക്കൾ. അനന്തന്റെ അണിയറ നീക്കങ്ങളായിരിക്കും. ഇന്നലെ വരെ തന്നോടൊത്തുനിന്ന ജയദേവൻ പെട്ടെന്ന് പിന്തിരിയാൻ കാരണം. അച്ചായൻ ക്ഷീണത്തിനെ പോലെ സിറ്റിയിലിരുന്നു. ആയിരിക്കില്ല, എവിടെ നിന്നോ വന്ന ഒരുത്തൻ. ഓ, പോലീസ് ഓഫീസറെ ഇത്ര പെട്ടെന്ന് സ്വാധീനിക്കുമോ? അതിനുള്ള കരുത്തെന്ത്? ഇല്ല, അതിന് വഴിയില്ല. പിന്നെ അയ്യാപിള്ള ഉണക്ക ചായക്കട നടത്തി ഇപ്പോൾ രാജാവ് കളിച്ച് നടക്കുന്ന അയാൾക്ക് പോലീസുമായി എന്നേക്കാൾ ബന്ധമോ? എന്നാലും കിഴങ്ങന്മാർ അവർക്ക് പിടികൊടുത്തു. റഷീദ്, അവൻ ചതിയൻ, മാറിക്കളഞ്ഞു. പാവം കുമാരുവിനെ. അതോർക്കുമ്പോൾ കടുത്ത ദുഃഖം. ചിന്തകൾ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇനി എന്ത്? പരാജയം ഏറ്റുവാങ്ങണോ? ഇല്ല, കഴുത്തിൽ ജീവനെടുത്തോളം കാലം ആ കീഴടങ്ങൾ നടക്കില്ല. അങ്ങനെ അകലേക്ക് നോക്കിയിരിക്കുമ്പോഴായിരുന്നു ആ മുഖം കണ്ടത്. റഷീദ്. അച്ചായന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ചാടിച്ചെന്നൊരു ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത്. എല്ലാറ്റിനെയും പൊക്കിയെടുത്തോണ്ട് പോയപ്പോൾ ഇവൻ വിളിച്ചോണ്ട് ഓടി നടക്കുന്നു. റഷീദ് കൈകൂപ്പി കടന്നു വന്നു. പൊറുക്കണം ഇച്ചായ, ഇന്നലെ ഇത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എനിക്ക് കൂടാനൊത്തില്ല. ഇതൊക്കെ നടത്തുന്നത് അനന്തനാണെന്ന ഇപ്പൊ ഞാൻ അറിഞ്ഞേ.
സീതാറാം ഹോട്ടലിൽ രഹസ്യം പറഞ്ഞത് ഞാൻ കേട്ടതാ. റഷീദിൽ നിന്നും കോപം ഇരട്ടിച്ച അനന്തനിലേക്ക് മാറി. എത്രയും പെട്ടെന്ന് അവനെ കുരുക്കിടണം. അതിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരിക്കണം. രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ സന്തതി. അവനെ വന്നിടത്തേക്ക് തന്നെ വിടണം. അച്ചായൻ റഷീദിനെ വിളിച്ച് ചെവിയിൽ ഒതുക്കി പറഞ്ഞു. റഷീദ് എല്ലാം തലയാട്ടി കേട്ടു. പെട്ടെന്ന് അച്ചായന് കണ്ണ് ഇരുട്ടുന്നത് പോലെ തോന്നി. അവ്യക്തമായത് എന്തോ കാണുന്നു. എല്ലാം മായയോ? താനിപ്പോൾ കാണുന്നത് യാഥാർത്ഥ്യമോ? ഒന്നും മനസ്സിലാകുന്നില്ല. ആരാണ് ആ കടന്നു വരുന്നത്? അവൻ. നമസ്കാരം അച്ചായ, ഞാൻ അനന്തൻ. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അനന്തൻ അച്ചായനെ കൈകൂപ്പി വണങ്ങി. ആ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു തുളുമ്പിയിരുന്നു. റഷീദിന് ഞെട്ടൽ, വിയർപ്പിൽ കുളിച്ചു. ശോശാമ്മ കുഞ്ഞമ്മ ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. നേരിൽ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിൽ സന്തോഷം പോലെ. എന്തൊരു കുലീനത, പ്രൗഢി, ആകാരഭംഗി എന്നെല്ലാം അവർ വിചാരിച്ചു. അച്ചായൻ കഴിഞ്ഞൊരു നാൾ ക്ഷണിച്ചിരുന്നു. അന്ന് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അത് സാധിച്ചു. അതുകൊണ്ട് നേരിൽ കാണാൻ വന്നതാണ്. ഇരിക്കാൻ പറഞ്ഞില്ല. അപ്പോഴും പുഞ്ചിരിയിൽ കുതിർന്ന ചോദ്യമായിരുന്നു. അച്ചായൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നതുപോലെ പറഞ്ഞു. ആ ഇരിക്ക്, ഞാൻ മറന്നുപോയി. ആ വാക്കുകൾക്ക് വിറയിലുണ്ടായിരുന്നു. ശോശാമ്മ കുഞ്ഞമ്മയെ അനന്തൻ നോക്കി. അത് ഇവിടുത്തെ അമ്മയാണോ? ശോശാമ്മ കുഞ്ഞമ്മ അതേന്ന് തലയാട്ടി. അതെ, എൻ്റെ ഭാര്യയാണ്. പേര് ശോശാമ്മ. അച്ചായൻ താല്പര്യത്തോടെ അല്ലെങ്കിലും പരിചയപ്പെടുത്താൻ തയ്യാറായി. അവൻ പിന്നെ റഷീദിനെ നോക്കി. ഇത് ആ തട്ടുകടക്കാരനല്ലേ? അതെ. റഷീദ് ചൂളിപ്പോയി. ഒരു മിനിറ്റ് വെളിയിൽ നിൽക്കാമോ? അനന്തൻ റഷീദിനോടായി ചോദിച്ചു. അച്ചായൻ കണ്ണു കാണിച്ചു. റഷീദ് വെളിയിലേക്ക് പോയി. ഇനി അമ്മ അടുത്തു വരൂ, ശോശാമ്മ കുഞ്ഞമ്മയോടായിരുന്നു പറഞ്ഞത്. അവർ അടുത്തു വന്നു. ഇനി ഞാനൊരു കാര്യം പറയുകയാണ്. താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കുക. ശാന്തവും ഒതുങ്ങിയതുമായ ശബ്ദത്തിലായിരുന്നു അവൻ പറഞ്ഞത്. അവിടെ ആകെ നിശബ്ദത. ഇവൻ്റെ ഒരു നാടകം. ഏതായാലും അഭിനയിച്ചു തീരട്ടെ, എന്നിട്ട് മറുപടി. അച്ചായൻ അങ്ങനെ വിചാരിച്ചു. അനന്തൻ പറഞ്ഞു തുടങ്ങി. ഈ പോക്ക് എങ്ങോട്ടാണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ആർക്ക് വേണ്ടിയാണ്? വിരോധമുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാക്കാതെ രമ്യതയിൽ പറഞ്ഞു തീർക്കാം. അതിന് ഒരു പരിഹാര നിർദ്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ശോശാമ്മ കുഞ്ഞമ്മയുടെ മനസ്സിൽ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടു. അവർ അവനെ കൗതുകത്തോടെ നോക്കി. എന്നാൽ അച്ചായൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെയായിരുന്നു. കേസ് പിൻവലിക്കാം. പക്ഷെ ഒന്നുണ്ട്. അച്ചായനോ അച്ചായന്റെ ആൾക്കാരോ പ്രശ്നമുണ്ടാക്കില്ലെന്ന് രേഖാമൂലം എഴുതി തരണം. സമ്മതമാണെങ്കിൽ ഇന്നു മുതൽ പ്രശ്നം തീർന്നു. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു അച്ചായൻ തുടങ്ങിയത്. ഇല്ല, സാധ്യമല്ല. മാളികയിലെ ജേക്കബിനെ കരുതി കൂട്ടി അപമാനിക്കാൻ ശ്രമിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. അത് ആരൊക്കെയാണ്? ഇപ്പോൾ എൻ്റെ ലിസ്റ്റിൽ അയ്യാപിള്ളയും പിന്നെ നിങ്ങളും കടന്നുകൂടി. അത് കേട്ടപ്പോൾ അനന്തൻ ഇരുത്തി ചിരിച്ചു. അച്ചായന്റെ കണിശമായ വാക്കുകൾ അടർന്നു വീണപ്പോൾ ശോശാമ്മ കുഞ്ഞമ്മ അന്തം വിട്ടു. എങ്ങനെയെങ്കിലും ഒഴിവാകാനുള്ളതിന് ദൈവമേ, വീണ്ടും നാശത്തിലേക്ക് തന്നെ. ഒന്നുകൂടി ആലോചിക്കാം, അനന്തൻ ചോദിച്ചു. തീരുമാനം ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ്. പിന്നെ അനന്തനോടായി പറഞ്ഞു. എടാ കൂലിച്ചെറുക്ക, നിന്റെ ഈ തീക്കളി ഉണ്ടല്ലോ, അത് നിനക്ക് നാശമാ. 2 ദിവസത്തിനുള്ളിൽ ഈ നാട് വിട്ടു പോയിട്ടില്ലെങ്കിൽ നിന്റെ ശവം ഇവിടുത്തെ തോട്ടിൽ കൂടി ഒഴുകി നടക്കും. അനന്തൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയുടെ അലകൾ കോൺക്രീറ്റ് ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത് കേട്ട അച്ചായന്റെ മുഖത്ത് മഞ്ഞപ്രകാശം തട്ടിയതുപോലെയായി. മിസ്റ്റർ ജേക്കബ് അച്ചായൻ, താങ്കൾ കണ്ടതോ കാണുന്നതോ ആയ ലോകമല്ല എൻ്റേത്. മരണം കൊണ്ട് ഒരാളെയോ ഒരു ചിന്തയോ ഒരാശയത്തെയോ കീഴടക്കാമെന്ന് കരുതുന്നെങ്കിൽ അത് നിങ്ങളുടെ മൗഢ്യമാണ്. വെറും സ്വപ്നജീവിക്ക് ചേരും. ഇനി ഞാൻ തിരിച്ചു പറയട്ടെ. മരണത്തെ പേടിക്കുന്ന മനുഷ്യനെ ഉടനെ തിരിച്ചു പോകേണ്ടെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിനക്ക്. പേടിക്കുന്നതെന്തും പരിഹരിക്കാമെന്നോ കരുതുന്ന നിങ്ങളെ പ്രതി ഒരു സ്ത്രീയുണ്ട് ഇവിടെ. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, കീഴടങ്ങുന്ന, ഇവരെ നൊമ്പരപ്പെടുത്തുന്ന ഈ ഹൃദയത്തെ ഓർത്ത് പിന്മാറാം. അല്ലെങ്കിൽ... അത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ ധൃതിയിൽ ഇറങ്ങിപ്പോയി. അച്ചായൻ വില്ലടിയേറ്റ പിരിച്ചാഴിയെ പോലെ അനങ്ങാതെ നിന്നു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.